സന്തോഷത്തോടെ എൻ്റെ കൂടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. എൻ്റെ പകലിൽ കർത്താവിൻ്റെ സാന്നിധ്യം നാൾ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നുള്ളതല്ല, ദൈവ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എത്ര പേര് ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ചലിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. എൻ്റെ കൂടെ ദൈവമുണ്ട്. പറഞ്ഞേ, എൻ്റെ കൂടെ കർത്താവുണ്ട്, എൻ്റെ കൂടെ യേശുവുണ്ട്. എന്നെ വഴി നടത്തുവാൻ എൻ്റെ മുൻപേ അവനുണ്ട്. ഹല്ലേലൂയ. എന്നെ വഴി നടത്തുന്നവൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ മുൻപായി അവൻ നടക്കുന്നുണ്ട്. മോശ പറയുന്ന ഒരു പദമുണ്ട്, തിരുസാന്നിധ്യം എൻ്റെ കൂടെ, ഞങ്ങളുടെ കൂടെ വേണ്ടിയിരിക്കും, ഞങ്ങളെ പറഞ്ഞയക്കരുത്. മോശ എന്തിനത് പറയുന്ന കാര്യമില്ല മോശയ്ക്ക്. മോശയോട് ഞാൻ ചോദിക്കാം, മോശ വടി കിട്ടിയില്ലയോ? അഭിഷേകം ഇല്ലയോ? വടി നീട്ടിയാൽ അത്ഭുതങ്ങൾ നടക്കത്തില്ലേ? പിന്നെന്തിനാ മോശ തിരുസാന്നിധ്യം കൂടെ വരണമെന്ന് പറയുന്നത്? പ്രൈസ് ഗോഡ്. ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് മോശയ്ക്ക് അപ്പുറത്ത് 10 പാത ഇറക്കുന്നു, അവിടെ വർപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. വടിയും താഴെയിട്ട് പാമ്പിനെ കാണിക്കുന്നു, ഭയങ്കര ഭയമുണ്ടാക്കുന്നു, എല്ലാം ചെയ്ത് രാജകീയമായിട്ട് ജനത്തിനെ നയിച്ച് ഇങ്ങനെ മുമ്പോട്ട് വരുക. മുന്നോട്ട് 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 ഒരു ഹീറോയെ പോലെ വരുമ്പോൾ ഇതുവരെ മോശ പറയുന്നതെല്ലാം ഇങ്ങനെ അനുസരിച്ച് വരുന്ന ഒരു കൂട്ടം. പ്രൈസ് ഗോഡ്. പക്ഷെ ചെങ്കടലിന്റെ മുമ്പ് വന്നു. പ്രൈസ് ഗോഡ്. ചെങ്കടൽ നിൽക്കുന്ന മോശയ്ക്ക് പ്രശ്നമൊന്നുമല്ല, പക്ഷെ പുറകിലൊരു കൂട്ടം വരുന്നുണ്ട്, അതാ പ്രശ്നം. പ്രൈസ് ഗോഡ്. ചെങ്കടൽ മുന്നേ നിൽക്കുന്നത് ഞാൻ വേണം ചെങ്കടലിനെ ഡൈവേർട്ട് ചെയ്ത് വേറെ വഴി കൂടെ പോകാം, പക്ഷെ പുറകിൽ ഒരു കൂട്ടർ വരുന്നുണ്ട്, അവര് നമ്മളെ തീർത്ത് കളയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ മോശയോട് ചോദിക്കാം, മോശേ നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ കൈ വടിയില്ലയോ? ഈ സാധനം കയ്യിൽ നിന്റെ കാര്യമൊന്നുമില്ല കേട്ടോ. അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരാൾ നിന്റെ കൂടെ വേണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വടി എവിടെ നീട്ടണം, വടി എവിടെ അടിക്കണം. ഹല്ലേലൂയ. അത് പറഞ്ഞു തരുന്ന ഒറ്റ കൂടെ ഉണ്ടെങ്കിൽ നിനക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പ്രാർത്ഥിക്കുന്നവനാ, ഞാൻ പാടുന്നവനാ, ഞാൻ പ്രസംഗിക്കുന്നവനാ, എനിക്ക് വിശുദ്ധ ജീവിതമുണ്ട്. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മുൻപിലൊരു പ്രതികൂലം വന്ന് നിൽക്കുമ്പോ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പറയുന്നവൻ നിന്റെ അകത്തുണ്ടെങ്കിൽ നീ ആ പ്രശ്നത്തിന് ചെയ്യത്തുള്ളൂ. എന്ന് പകരം ഹല്ലേലൂയ. എത്ര അഭിഷക്തനാണെങ്കിലും എത്ര വലിയ പ്രാർത്ഥനക്കാരനാണെങ്കിലും ഇന്ന് പകരം വിളിച്ചു പറയട്ടെ, ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നീ പ്രതിസന്ധികളെ തരണം ചെയ്ത് അപ്പുറത്ത് പോകാൻ നിനക്ക് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നോ? ചെങ്കടലിനെ അവൻ രണ്ടാക്കി മാറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനാഖ്യ മല്ലനെ അടിച്ച് തോട്ടിക്കളയുമെന്ന്. പ്രൈസ് ഗോഡ്. പർവ്വതം പോലുള്ള ഒന്ന് മുൻപിൽ നിന്ന് വെല്ലുവിളിച്ചാൽ ദൈവം കൂടെ ഉണ്ടോ? നീ തോൽക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഇന്ന് പകലിൽ പറഞ്ഞാട്ടെ, അഭിഷേകോ എന്റെ പ്രാർത്ഥനയുടെ വലിപ്പോ എന്റെ വിശുദ്ധ ജീവിതമെല്ലാം ഞാൻ ഇങ്ങോട്ട് വെക്കുക. എന്റെ കർത്താവ് നീ എന്റെ കൂടെ ഇങ്ങോട്ടൊന്ന് കയറി വരണം. നീ എന്റെ കൂടെ ഒന്ന് ചലിക്കണം. ഞാൻ ഇച്ചിരി ആശയക്കുഴപ്പത്തിൽ, എത്ര പേര് പറയും ഞാൻ ഇച്ചിരി സങ്കടത്തിലപ്പ, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഇതിന്റെ നടുവിലൊന്നും ഇറങ്ങി കാരണമേ എല്ലാവരോടും ഞാനിത് പറയത്തില്ല. ഇങ്ങനെയുള്ള ചിലരുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ അവരോട് പറയാം, ഒന്ന് പറയാമോ? എന്ന് പകരം എന്ന് പറയാമോ? എൻ്റെ കൂടെ അതിനൊരു സൊല്യൂഷൻ, അതിനൊരു ഐഡിയ. ഹല്ലേലൂയ. അതിന് വേണ്ടുന്ന ഒരു ആലോചന എൻ്റെ ദൈവം എൻ്റെ കാതിലൂടെ എന്നോട് സംസാരിക്കണം. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പല അവസരങ്ങളിലും എനിക്ക് ഭയങ്കര ഡിസിഷൻസിനൊക്കെ എടുക്കാൻ ഭയങ്കര പ്രയാസം തോന്നുമ്പോൾ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്നവന്, പ്രസംഗിക്കുന്നവന്, പാടുന്നവന്, എല്ലാ
ചില കാര്യങ്ങൾക്കകത്ത് സ്റ്റക്കായി പോകും. പ്രൈസ് ഗോഡ്. അപ്പൊ എനിക്ക് മനസ്സിലാക്കും പ്രൈസ് ഗോഡ്, എന്റെ മിടുക്കും എന്റെ കഴിവും ഒന്നുമില്ലാതെ ഇവിടെ വരെയുള്ളൂ. പ്രൈസ് ഗോഡ്. ഇന്നു പകലില് ഈ സമയങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി കൈമാറുക, പകലായി മാറുക. ഹല്ലേലൂയ. നിന്നെ നയിക്കുന്നവൻ നിന്റെ മുൻപിൽ നടക്കുവാൻ പോകുക. ഹല്ലേലൂയ. ഈ ഹോള് വിട്ടു പോകുമ്പോൾ നിങ്ങൾ മാത്രം പോകത്തില്ല, നിങ്ങളെ നയിക്കുന്ന ഒരുത്തൻ നിങ്ങളുടെ മുൻപിൽ പോകും. എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോകത്തില്ല, നിങ്ങളെ നയിച്ചു കൊണ്ടൊരാൾ നിങ്ങളുടെ കൂടെ പോകും. ഇന്ന് പകലേ അവൻ വെറുതെ വരുവല്ല, നിന്നെ ജയിപ്പിക്കുവാൻ. ചില ചെങ്കടലുകളെ പിളർന്ന് നിന്നെ നടത്തുവാൻ വേണ്ടി അവൻ വരുവാ. ചില യോർദാനുകളെ പിളർന്ന് നിന്നെ നടത്തുവാൻ വേണ്ടി അവൻ വരുവാ. ചില എരിഹോ കെട്ടിടങ്ങളെ അത് ഇടിച്ചു കളയുവാൻ അവൻ നിന്റെ മുൻപ് വരാൻ പോകുക. എത്ര പേര് കരമടിച്ചുകൊണ്ട് പറയും ഹല്ലേലൂയ. Thank you Lord, thank you Jesus, thank you Father, thank you almighty name of Jesus. അതുകൊണ്ട് നമ്മൾ ഇന്ന് പാടും, തൻ പിൻപേ പോയിടാൻ തന്റെ വചനങ്ങൾ പാലിക്കാൻ കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാൻ. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. ചേർന്ന് കരങ്ങളെ തട്ടിക്കൊണ്ട് എന്റെ കൂടെ ചേർന്ന് പഠിക്കേ. നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശു. പറഞ്ഞേ, നയിക്കുവാൻ യോഗ്യൻ, വിടുവിപ്പ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം മാറ്റും, സമാധാനമേകും യേശുവത്രേ. തൻ പിൻപേ പോയിടാം, തന്റെ വചനങ്ങൾ പാലിക്കാം. പറഞ്ഞേ, തൻ പിൻപേ പോയിടാം, തന്റെ വചനങ്ങൾ പാലിപ്പാൻ. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാം. പറയേ, വിശ്വാസത്തിൻ നായകൻ പൂർത്തി വരുത്തുന്നോൻ കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം. വിശ്വാസത്തിൻ നായകൻ ബുദ്ധി വരുത്തുന്നോൻ കൂടെയുള്ളപ്പോൾ ഇനി എന്തു ഭയം. ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. ആകുലങ്ങളില്ല, ആശങ്കകളില്ല, ഭാവിയെല്ലാം കരുതുന്ന നല്ല നായകൻ. തൻ പിൻപേ പോയിടാൻ, തന്റെ വചനങ്ങൾ പാലിക്കാൻ. തന്റെ പിൻപേ പോയിടാൻ, തന്റെ വചനങ്ങൾ പാലിക്കാൻ. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാൻ. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാൻ. പർവ്വതത്തിൽ കൂടെ താഴ്വരയോ കൂടെ കൈവിടുകില്ലീശൻ നമ്മെ എന്നുമേ. പർവ്വതത്തിൽ കൂടെ താഴ്വരയോ കൂടെ കൈവിടുകില്ലീശൻ നമ്മെ എന്നുമേ. കയ്യിൽ വഹിച്ചിടും, മാർവോടണച്ചിടും, സ്വർഗ സന്തോഷം തരും നല്ല സഖിയാ. കയ്യിൽ വഹിച്ചിടും, മാർവോടണച്ചിടും, സ്വർഗ സന്തോഷം തരും നല്ല സഖിയാ. തൻ പിൻപേ പോയിടാ, തന്റെ വചനങ്ങൾ പാലിക്കാൻ. തൻ പിൻപേ പോയിടാ, തന്റെ വചനങ്ങൾ പാലിക്കാൻ. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാൻ. കർത്തൻ വരവിൻ കാലം വരെയും വിശുദ്ധിയിൽ ജീവിക്കാൻ. നയിക്കുവ യോഗ്യൻ, വിടുവിപ്പ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും യേശു. ഓ, നയിക്കുവ യോഗ്യൻ, വിടുവിപ്പ ശക്തൻ, ആരിലും ശ്രേഷ്ഠൻ യേശുവത്രേ. പരിപാലിച്ചിടും, ഭയമെല്ലാം നീക്കും, സമാധാനമേകും
എന്റെ ശുഭർ തൻ പിന്നേ പോയിടാം തുരമാമന്റെ വചനങ്ങൾ നിന്നെ പോയിടാം തന്റെ വചനങ്ങൾ പാലിക്കാം കർത്തൻ വരവിൻ കാലം വരയ്ക്കോ വിശുദ്ധി ജീവിക്കോ കർത്തൻ വരവിൻ കാലം വിശുദ്ധി ശേരേക്കര വല 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 ധീവരെ വല വൈഷമേരേക്ക വരമ ചർന്ന് ചർന്ന് പറഞ്ഞേ ശൂരവനം തുവരൻ ചര തുവരം പേര് ചേർന്ന് പരിശുദ്ധാത്മാവേ കരങ്ങളെ തട്ടിക്കൊണ്ട് അഭിഷേകത്തിന്റെ ശക്തിയിൽ ചേർന്ന് 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 ഇന്ന് പകൽ വലിയൊരു ദൈവ സാന്നിധ്യം ഓരോ മക്കളെ സ്പർശിക്കട്ടെ ചേർന്ന് ചേർന്ന് ഭവനം ശബരം തുവരവരം ചാവൈഡം തുവര ശാരവരം തോരുമനം തുവരെ കവരവരം ചൗവൈഡ അസപ്തുവരം തുവരവരം തേരുമന ചേർന്ന് ഇന്ന് പകൽ ശക്തിയോടെ ആരാധിച്ചാട്ടെ. ഈ അന്തരീക്ഷങ്ങൾക്കകത്ത് വലിയ ചേഞ്ചസ് ഉണ്ടാകട്ടെ. അഭിഷേകത്തിന്റെ വലിയൊരു ഒരു ഔട്ട്പോർ ഇവിടെ ഉണ്ടാകട്ടെ. സമരപരം താരുമന ഹംശവരം തേരുവനം കവരം തൂവരവൻ ചൗവൈഡ തീവരവൻ ചാരുവനം തുവരെ കവരവരം ചവരം തീവരവാരവരം തുവരം ചാവൈഡൽ കവരവരം ചാ ഏരി ശേരേ തുവരം തുവര തീവരവക്ഷവരം തുവരം ചം തുവരവരം ചൗവൈഡവർ അന്യഭാഷയിൽ ശക്തിയോടെ ശക്തിയോടെ ഇന്ന് പകൽ വലിയൊരു തീ ഇറങ്ങട്ടെ. ശാന്തം തവരം 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 ശാരവരം ശാന്തിവരെ Jesus holy praise the Lord സ്തോത്രം ആമേൻ Jesus ആമേൻ ആദുരമാനവരം തിരുവൈഡവരം ചേരുവരം ഭൂരവർ ശമനം കുവരവരം ശാരമനം ധീവരവൻ ചവരത്തെ വൈഡവരം ശാരമനം തേരെ വൈഡൽ കവരവരം ചാ ധീവാരവനം തുവരവരക്ഷ വൈഡവരക്ഷ വിവനത്തെ അസ്തവരം ശം ധിവരവരക്ഷ വൈഡൽ കവരവരം ചാ ധൂടി കവര രമന രമന കരങ്ങളെ തട്ടിക്കൊണ്ട് ശക്തിയോടെ ഹസ രമന 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 തേരെ കവര രമന ധീവൽ കവരവരം ശാരമനം തുവരവക്ഷം വൈഡ അസം തുവരവരം തേരവരം തുവരവരക്ഷ വൈഡ ധീവാരകനെ ധമനം കോരേരെ കേരധാരേരേ തേരെ കവരം സമരവ Jesus hallelujah thina na reke reke shanan thabarvaracha vaidavaram sharamanam thore ramalam thabarvaracha vaida dumala thabara negare shiga nagaram thigaragaracha vaidavaracha thubara thubaravaram thubarvaracha vaidal thabaram thibaravacha yeshuve Tiruvanam Tuvaram Sham Tivaram Chavaram Tibara Tivarin Tuvaram Shavaram Tiruvanam Turivaram Tere Kavaram Shavaravam Turivaram Hasere Kere 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 Teram Sharavanam Tuvaram Sham Tivaram Kam Tivara Tuvaravanam Tiruvanam Oh Diva Mama Mama say Hallelujah. ശക്തിയോടെ ശാന്തോ power peace glory glory holy tirio masere dale kalave es Shantori Mamare, Jesus Lord, Hallelujah. Shantori Mama, 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 oh, Jesus.
Jesus, Lord. Yeshua. Jesus, എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് ചേർത്തടച്ചു പിടിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. അഭിഷേകത്തിൻ്റെ വലിയ നിറവുകളാൽ നമ്മൾ നിറയപ്പെടുവാൻ ഇത് പോരാന്ന് പറഞ്ഞാട്ടെ. അപ്പാ, എനിക്കിത് പോരാ. എൻ്റെ മേൽ ഇനിയും കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവം എൻ്റെ മേൽ വെളിപ്പെടേണ്ടതിനെ ഞാൻ പ്രാർത്ഥിക്കുന്ന അപ്പാ, ശക്തീകരിക്കണമേ, നിറയ്ക്കണമേ അപ്പാ. എൻ്റെ അകത്തുനിന്ന് നദികൾ, ജീവൻ്റെ നദികൾ പുറപ്പെടട്ടെ അപ്പാ. എൻ്റെ ഓരോ മേഖലകളുടെ മേലും അത് പുറപ്പെടട്ടപ്പാ. അഭിഷേകത്തിൻ്റെ ശക്തി എൻ്റെ മേൽ നിറഞ്ഞ് കവിയട്ടപ്പാ. എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ചേർന്ന് പറഞ്ഞേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, ഇത് പോരായേ, നിൻ സാന്നിധ്യം പോരായേ, നിൻ സാമീപ്യം പോരായേ, നിൻ സാന്നിധ്യം പോരായേ. Thank you, Jesus. Hallelujah. Holy, 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 നിൻ സാന്നിധ്യം പോരായേ. എല്ലാത്തിനുമായി നന്ദി പറയുന്നപ്പാ, എല്ലാത്തിനുമായി നന്ദി പറയുന്നപ്പാ. അഭിഷേകത്തിൻ്റെ നിറവിനാൽ ഞങ്ങളെ നിറച്ചതിനായി നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്നപ്പാ. ശക്തീകരിച്ചതിനായി നന്ദി പറയുന്നപ്പാ. Thank you, Jesus. Thank you, Father. Jesus, Lord. Amen. സന്തോഷത്തോടെ അക്കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ശക്തിയോടെ ഒരിക്കൽ കൂടെ ഒന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. ഇന്ന് പകലിൽ കർത്താവിനെ തൊട്ടു എന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ ഹൃദയത്തിനെ സ്പർശിച്ചു എന്ന് എത്ര പേര് പറയും? ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ശക്തീകരിക്കട്ടെ. ആ ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ നിറയ്ക്കട്ടെ. ഇനി മുമ്പോട്ടുള്ള ആ വചനങ്ങൾ കേൾക്കുമ്പോൾ, അഭിഷേകത്തിലൂടെ വരുമ്പോൾ അത് ശക്തിയോടെ അത് പ്രാപിക്കുവാൻ, എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ വിടുതലായി തീരുവാൻ തക്കവണ്ണം ഓരോന്നും 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 വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളെ അടർത്തിയെടുത്ത് അത് എൻ്റെ ജീവിതത്തിൽ ഒരു അഭിഷേകത്തിൻ്റെ അടുത്തൊരു മാറ്റത്തിലേക്ക് എന്നെ കുതിപ്പിക്കുന്ന അത്യന്ത ശക്തിയായി മാറുമെന്ന് വിശ്വാസത്തോടെ, ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ശബ്ദത്തോടെ എന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയ്ക്ക് ഹല്ലേലൂയ നേതൃത്വം നൽകുവാൻ കർത്താവിൻ്റെ ദാസൻ ഷോപാഷനെ കർത്താവ് എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് നമുക്ക് നന്ദി പറയാം, സ്തുതിക്കാം, സ്തോത്രം. എത്ര മക്കൾക്ക്, ദൈവമക്കൾക്ക് ഹല്ലേലൂയ സ്തോത്രം ഇന്ന് കടന്നു വന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നെന്ന് പറയുവാൻ, കർത്താവിൻ്റെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ കർത്താവ് നമുക്ക് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നാം കടന്നു വന്നത് വൃഥാവല്ല. ഹല്ലേലൂയ സ്തോത്രം. നാം ഹല്ലേലൂയ വരും നിമിഷങ്ങളിൽ, വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം അടുത്ത നിമിഷങ്ങളിൽ നാം വലിയവ പ്രതീക്ഷിച്ചുകൊണ്ട്, കർത്താവിൽ നിന്ന് നാം വലിയവ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയവ തന്നെ ചെയ്യും.
ഹല്ലേലൂയ സ്തോത്രം. നിന്റെ വിശ്വാസം പോലെ നിന്റെ ജീവിതത്തിൽ ഫലിക്കും എന്നാണ് ദൈവജനം നമ്മളെ ഓർപ്പിക്കുന്നത്. ഞാൻ വിശ്വാസത്തോടെ കടന്നു വന്നിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അല്പമല്ല, 30 അല്ല, 60 അല്ല, 100 മേനി എനിക്ക് ഫലം കായ്ക്കണം കർത്താവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടെ നമുക്ക് ഓരോരുത്തർക്കായിരിക്കാം. നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ദാസൻ ഹല്ലേലൂയ സ്തോത്രം ജിതിൻ മാവേലിക്കര കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് നമ്മുടെ സമയം ഇനി വെറുതെ കളയാതെ ഹല്ലേലൂയ വേഗത്തിൽ ദൈവദാസനെ നമുക്ക് ശുശ്രൂഷയിലേക്ക് നമുക്ക് ഹല്ലേലൂയ സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നത് പോലെ, നടത്തുന്ന പോലെ ഹല്ലേലൂയ സ്തോത്രം. വചനത്തിന് ശുശ്രൂഷയ്ക്ക് ഒരു തടസ്സമില്ലാതെ അത് ദൈവാത്മാവ് നയിക്കുന്നത് പോലെ അദ്ദേഹത്തിന് സമയമെടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. തുടർന്ന് ദൈവത്തിൻ്റെ ദാസനെ വളരെ ആദരവോടെയും സ്നേഹത്തോടെയും ഞാൻ ഹല്ലേലൂയ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരെല്ലാം കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. പോരാ ശക്തിയോടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനയിൽ വാഴ്ചപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ നിങ്ങളോട് ചേർന്ന് ദൈവജനം ശുശ്രൂഷിപ്പാൻ കർത്താവ് എനിക്ക് നൽകിയ നല്ല ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠരായ അഭിഷിക്ത ദൈവദാസന്മാർ, വിശേഷ യോഗം ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസന്മാർ, വർഷിപ്പ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ, അതുപോലെ കടന്നുവന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ ക്രിസ്തുവിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഈ പകലിൽ ഒത്തിരി പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യട്ടെ. സന്തോഷമാണോ? ആമേൻ. ഒരിക്കൽ യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നതിന് മുമ്പ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞൊരു പദമുണ്ട്. നിങ്ങൾ പുരുഷാരത്തെ പന്തിയായിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞേ? ഇരുത്താൻ. എന്ന് വെച്ചാൽ ഇരിപ്പ് സുഖം ഉണ്ടെങ്കിൽ വിളമ്പാൻ സുഖം ഉണ്ടെന്നാണ് അല്ലേ? ഈ ദയവായിട്ട് ഈ പുറകിലിരിക്കുന്നവരെല്ലാം ഒന്ന് മുന്നോട്ട് കയറി ഈ കസേരകളൊന്നും ഒഴിച്ചിടാം. എല്ലാവരും ഒന്ന് മുന്നോട്ട് കയറി നിന്നാട്ടെ. എല്ലാവരും ഒത്തിരി പുറകിൽ പോകണ്ട. എല്ലാവരും അടുത്തടുത്ത കസേരകൾ പെട്ടെന്ന് ഇരുന്നാട്ടെ. ആളൊഴിച്ചിടാതെ എല്ലാവരും ദയവായിട്ട് കയറിയിരുന്നാട്ടെ. എല്ലാവരും കയറിയിരുന്നാട്ടെ. ഞാൻ പറയാം, എത്രത്തോളം നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുവോ അത്രത്തോളം ദൈവത്തിൻ്റെ ശബ്ദവും അനുഗ്രഹങ്ങളും ഇന്ന് പകൽ പ്രാപിക്കാൻ തക്കവണ്ണം കർത്താവ് ഇടവരുത്തും. അനുസരിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും ഇന്ന് പകൽ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ ദിവസങ്ങളിൽ 7 ദിനങ്ങൾ ഈ ദേശത്തിന് വേണ്ടി ഒരുമിച്ച് ദൈവദാസന്മാർ, വിശേഷാൽ ബഹുമാന കർത്താവിൻ്റെ ദാസൻ ദൈവം നൽകിയ ആത്മീയ കാഴ്ചപ്പാടിനനുസരിച്ച് ദേശത്തിന് വേണ്ടി വില കൊടുത്ത് ഈ ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയി മീറ്റിംഗ് നടത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, ഇതിനകത്തൊരു ദൈവമഹത്വം വാസ്തവമായി ചലിക്കപ്പെടും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തിന് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഒത്തിരി പ്രാർത്ഥനയോടെ ഒത്തിരി പ്രതീക്ഷ നമുക്കായിരിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. വിശേഷം ഞങ്ങളുടെ ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അടുത്ത് വരുന്ന ദൈവമക്കളെല്ലാം ദൈവത്തിൽ നിന്ന് എപ്പോഴും വലിയ കാര്യങ്ങളെ ചിന്തിക്കുക. കാരണം നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാണ്. നമ്മുടെ ദൈവത്തിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമില്ല. നമ്മൾ ദൈവസ്ഥലിൽ എങ്ങനെ പ്രതീക്ഷിക്കുന്നോ അതിനേക്കാൾ അപ്പുറം ചെയ്യാൻ ഇന്നും യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സന്തോഷമാണോ? ഒരു പദം പറയാം, ശ്രദ്ധിക്കണേ. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജിതിൻ എന്നാണ്. സ്ഥലം മാവേലിക്കര, ചുനക്കരയാണ് എൻ്റെ സ്വദേശം. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ 8 വർഷക്കാലമായി ഓച്ചിറയ്ക്കടുത്ത് കാപ്പിൽ എന്നൊരു പ്രദേശമുണ്ട്. ആ ദേശത്ത് പാർത്ത് കൃപയാൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. 5 വർഷം അവിടെ ചർച്ചിൻ്റെ മിനിസ്ട്രി ഉണ്ടായിരുന്നു. ഇപ്പോൾ ചർച്ചിന് മിനിസ്ട്രി ഇല്ല. ദൈവമായി നോക്കിയും കർത്താവിൻ്റെ വചനമായി കടന്നു പോകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. കുടുംബസ്ഥനാണ്. വൈഫും ദൈവകൃപയിൽ നല്ലൊരു ശുശ്രൂഷയിലാണ്, നല്ലൊരു കൗൺസിലാണ്. ദൈവം അവളെയും ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകമുള്ള 2 പെൺകുഞ്ഞുങ്ങളെ ദൈവം നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്നാമതൊരു വാഗ്ദത്ത പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെല്ലാവരെയും ഈ പകൽ ധാരാളമായി അനുഗ്രഹിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എത്ര പേര് യേശുവിൻ്റെ അത്ഭുതങ്ങൾ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? ഞാനൊരു പദം പറയാം. ഈ നമ്മൾ എങ്ങനെ ദൈവത്തെ വിശ്വസിക്കുന്നോ, നമ്മൾ എങ്ങനെ ദൈവത്തെ ആഗ്രഹിക്കുന്നു, അതിനേക്കാൾ അപ്പുറം ചെയ്യാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. കണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമാണ്. ഒരു ചിന്ത പറയാം. ഒരിക്കൽ നമ്മുടെ യേശു കർത്താവ് സ്തോത്രവചനം പറയുന്നു, അവൻ ബഹുപുരുഷാരത്തോടുകൂടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യായിറോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ
യേശുവിൻ്റെ അടുത്തോട്ട് ഓടി വരിക. അവൻ വേദനയോട് പറഞ്ഞൊരു പദമുണ്ട്, എൻ്റെ ഏക മകൾ, അവൾ അത്യാസന നിലയിൽ കിടക്കുകയാണ്, നീ വന്ന് അവളെ തൊട്ടെന്ത് ചെയ്യണം? സൗഖ്യമാക്കണം. അവൻ്റെ ആഗ്രഹം യേശു ആ മകളെ തൊട്ടെന്ത് ചെയ്യണം? സൗഖ്യമാക്കണം. കഴിഞ്ഞ കാലങ്ങൾ പലയിടങ്ങളിൽ പല വൈദ്യന്മാരെടുത്ത് പോയപ്പോഴും അവക്ക് സൗഖ്യം ഇല്ലെന്നുറപ്പായി. ഏത് നിമിഷവും തലമുറയിൽ മരണം സംഭവിക്കാം. പക്ഷെ അവൻ്റെ ഉള്ളിനകത്തൊരു വിശ്വാസം, യേശു തൊട്ടാൽ എൻ്റെ മകൾക്ക് സൗഖ്യം ഉണ്ടാകും. അപ്പോൾ അവൻ ആഗ്രഹിക്കുന്നു യേശു എൻ്റെ മോളെ തൊടണമെന്ന്, അല്ലേ? എന്നാൽ മറ്റൊരിടത്ത് പഠിച്ചാൽ ഒരിക്കൽ ശതാധിപൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അവൻ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, എൻ്റെ ദാസൻ, എൻ്റെ ബാല്യക്കാരൻ ദീനമായി കിടക്കുകയാണ്, ആകയാൽ നീ അവനെ സൗഖ്യമാക്കണം. പക്ഷേ അവൻ പറഞ്ഞ വാക്ക് ഭയങ്കരമാണ്, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ, സ്തോത്രം, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, ആകയാൽ നീ ഇവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരൻ എന്തുണ്ടാവും? സൗഖ്യം ഉണ്ടാവും. ഈ ചിലരാഗ്രഹിക്കുന്നു യേശു തൊരണം, അല്ലേ? ചിലരാഗ്രഹിക്കുന്നു യേശു കൽപ്പിച്ചാൽ മതി. കാരണം എല്ലാവർക്കും അറിയാം യേശുവിന്റെ വാക്കിന്റെ അധികാരം. വീടിന്റെ അത്ഭുതങ്ങൾ, എൻ്റെ തലമുറയുടെ അത്ഭുതങ്ങൾ, എൻ്റെ വ്യക്തിപരമായ വിടുതലുകൾ ഇന്ന് ഞാൻ പിടിച്ചെടുക്കുമെന്ന് ആര് വിശ്വസിക്കുമോ? ഞാൻ പറയാം, നഷ്ടങ്ങൾ വരുത്താൻ ശത്രുവിന് കഴിയും. 1-2 അല്ല 12 വർഷങ്ങൾ അവക്ക് നഷ്ടം വരുത്തിയേ. ഒരു ആമേൻ പറഞ്ഞേ. ഞാൻ പറയാം, നിനക്ക് ശത്രു എത്ര വർഷങ്ങൾ നഷ്ടം തന്നാലും ഇന്ന് പകൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇന്നൊറ്റ നിമിഷം കൊണ്ട് നിന്റെ 12 വർഷത്തെ നഷ്ടത്തെ ഒറ്റ നിമിഷം കൊണ്ട് നികത്താനും, നീ 12 വർഷം അനുഭവിച്ച ഒറ്റപ്പെടൽ, നീ 12 വർഷം അനുഭവിച്ച നിന്ന, നീ 12 വർഷം അനുഭവിച്ച അവഗണനകൾ, നീ 12 വർഷം അനുഭവിച്ച സകല വേദനകളും ഇന്ന് ഒറ്റ നിമിഷം കൊണ്ട് എന്റെ യേശു തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. എത്ര ദൈവമക്കൾ ഈ ദൂതനോട് ആമേൻ പറഞ്ഞ് പ്രതികരിക്കാൻ തയ്യാറാവും? ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം ദൈവത്തിന് ആവശ്യമുണ്ട് കേട്ടോ. ഇതിനകത്തിരിക്കുന്ന പലരുടെയും ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓ ശബരബലഘടക ചുടികരബലവ. ആമേൻ. ഞാനിങ്ങനെ പറയാം, നീ ഒറ്റപ്പെടൽ അനുഭവിച്ചത് ഒരു മനുഷ്യൻ അറിഞ്ഞില്ല, നീ സങ്കടം ചുമത ഒരു മനുഷ്യൻ കണ്ടില്ല, നീ വേദനയോടെ കഴിഞ്ഞ കാലങ്ങൾ, കഴിഞ്ഞ വർഷങ്ങളൊന്നും, സ്തോത്രം, നീ വീടിനകത്ത് ഒറ്റപ്പെട്ട് കരഞ്ഞത് ഒരു മനുഷ്യൻ അറിഞ്ഞില്ല. എത്രത്തോളം നിന്റെ ജീവിതത്തെ ശത്രു ഒറ്റപ്പെടുത്തിയോ, ഇന്ന് പകൽ അതിനെയെല്ലാം തിരുത്താൻ എൻ്റെ യേശു നിനക്ക് വേണ്ടി വെളിപ്പെടാൻ സമയമായി. ഒന്നുകൂടെ പറയാം, ഇന്ന് പകൽ വിശ്വാസത്തോടെ സഹോദരങ്ങൾക്കറിയാം, അവന്റെ ദേശക്കാർക്കറിയാം. ഒരു ആമേൻ പറഞ്ഞേ. പക്ഷെ അവനെ കൊണ്ട് സകലതും നടക്കുമെന്ന് ദൈവത്തിനറിയാം. നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് നിന്റെ രക്തബന്ധങ്ങൾ, ജന്മം നൽകിയവർ, കുടുംബക്കാർ, ചാർച്ചക്കാർ നിന്നെ നോക്കി വിധി പറയുന്നെങ്കിൽ ഈ വിധികളെ തിരുത്താൻ നിന്നെ തേടി ഒരു രാജകീയ അഭിഷേകം വരാൻ പോകുകയാണ്. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ നയിക്കേണ്ട ഒരു അഭിഷേകം ആ ദൈവം നിന്നിൽ പകരുന്നത് അതൊരു മനുഷ്യനും കണ്ടിട്ടുള്ളതല്ല. വിശ്വസിക്കുന്നു നിന്നെ കൊണ്ട് നടക്കത്തിൽ എന്ന് പറഞ്ഞപ്പെട്ട നടുവിൽ ഞാൻ കാണുന്നു ദാവീദിന്റെ മേൽ ഒരു രാജകീയ അഭിഷേകം വീഴുക മാത്രമല്ല, ദൈവം നിയോഗിച്ച രാജകീയ കിരീടം അവന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ ആ ഇസ്രായേൽ രാജ്യം അവന്റെ മുൻപിൽ വണങ്ങിയതുപോലെ ഈ ദേശത്തെ കർത്താവ് നിന്റെ കയ്യിൽ തരികയാ. ഒരു വാക്കിങ്ങനെ പറയുന്നുണ്ട്, ഈ ദാവീദിനെ കൊണ്ടൊന്നും നടക്കത്തില്ലെന്ന് അവന്റെ ജന്മം നൽകിയവർ പറയുമ്പോൾ ദാവീദിനോട് ദൈവം പറഞ്ഞൊരു വാക്ക് എന്താണെന്നറിയോ? ദേശത്തിലെ മഹാന്മാരുടെ പേര് പോലെ നിന്റെ പേരിനെ ഞാൻ വലുതാക്കുവെന്ന്. ഈ പകൽ ദൂതനെ വിശ്വസിച്ചോ? ദേശത്തെ മഹാന്മാരുടെ പേര് പോലെ നിന്റെ പേരിനെ വർദ്ധിപ്പിക്കാൻ, നിന്റെ പേരിനെ വലിയതാക്കാൻ ഇന്നൊരു കരം നിന്റെ മേൽ വീഴുന്ന പകലാണ്.
കിരീടം വീഴാൻ പോവാ. കിരീടം നിങ്ങളുടെ മേൽ ദൈവം ഭയങ്കരമായിട്ട് അണിയിക്കാൻ പോവാ. അടുത്തൊരു ഷിഫ്റ്റിന്റെ ടൈമാണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ദേശത്തെ കർത്താവ് ചെയ്യും. അച്ഛാ ഒന്നുകൂടെ പറയാം കേട്ടോ. ദൈവം പറഞ്ഞു ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം, ഈ ദൂതായിട്ട് ഏറ്റെടുത്തോ. ക്ഷാമമുണ്ട് ഈ മണ്ണിൽ, പലരും വിതച്ചു, ഒന്നും കണ്ടില്ല. ഇസാക്ക് ഗരാറിൽ വന്നപ്പോൾ എങ്ങനെ ആകുമെന്നറിയത്തില്ല, മനസ്സ് പതറിയതാ. പക്ഷെ ദൈവം പറഞ്ഞു, ഇസാക്ക് ഞാൻ നിന്നോട് കൂടിയിരിക്കുമെന്ന്. അച്ഛാ ഒറ്റ വാക്കാണ് നിങ്ങളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പക്ഷെ ഒറ്റ വാക്കിനകത്ത് ദൈവം കൂടിറങ്ങിയപ്പോൾ ഒറ്റ വർഷം കൊണ്ട് തന്നെ ഇസാക്ക് ദേശത്ത് കൊയ്ത്ത് കണ്ടതുപോലെ വരുന്ന ഒരു വർഷത്തിനകത്ത് ഈ ദേശത്ത് നീ ഒരു കൊയ്ത്ത് കാണുമെന്ന് ദൈവം നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. അതായത് പ്രാർത്ഥന തീരുമാനിച്ചപ്പോൾ തന്നെ 100 കണക്കിന് എന്താ പറയുക നെഗറ്റീവ് വാക്കുകൾ നിന്നോട് പറയുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, ഇസാക്കിനോട് ദൈവം അതിൽ ഒറ്റ വാക്കേ ഉള്ളൂ, ഞാൻ നിന്നോട് കൂടിയിരിക്കും. മഞ്ഞില്ല, മഴയില്ല, പക്ഷെ ഞാൻ നിന്റെ കൂടിയിരിക്കും. ഫെലിസ്ത്യ മണ്ണാണ്, അവരിവ വളരാൻ അനുവദിക്കത്തില്ല. പക്ഷെ ഇന്ന് ആത്മാവിൽ ഞാൻ പറഞ്ഞു, പട്ടണത്തിനകത്ത് ദൈവസഭകളെ വളരാൻ അനുവദിക്കാത്ത ചില പൈശാചിക വെല്ലുവിളികളെ വെട്ടിമാറ്റി ഇന്ന് പകൽ സഭയ്ക്കകത്തൊരു വളർച്ച തരാൻ ദൈവം ഈ പകലിൽ ഇറങ്ങി വരാൻ പോകുക. ഇതിനകത്ത് ദൈവമകത്വം ചലിക്കപ്പെടട്ടെ. സന്തോഷമുണ്ടെങ്കിൽ മാത്രം ഒരു ആമേൻ പറഞ്ഞേ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ ദൈവം നടത്താൻ പോവാം. ഞാൻ ഒന്നുകൂടെ ആ വാക്കൊന്നുകൂടെ പറയാമേ. അപ്പം പറയുന്നു നിന്നെ കൊണ്ട് നടക്കത്തില്ല, സഹോദരങ്ങൾ പറയുന്നു നിന്നെ കൊണ്ട് നടക്കത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞൊരു ഒറ്റ വാക്ക്, ദേശത്തിലെ മഹാന്മാരുടെ പേര് പോലെ നിന്റെ പേരിനെ ഞാൻ വലുതാക്കും. നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല ആരെല്ലാം പറഞ്ഞാലും ഒറ്റ വാക്ക്, എൻ്റെ ദൈവം നിന്റെ കൂടുണ്ടോ, നീ ഒന്നും ആകത്തില്ലെന്ന് പറഞ്ഞ അതേ കുടുംബക്കാർ, ദേശക്കാർ, അതേ ചാർച്ചക്കാർ നിന്നെ ബഹുമാനിക്കത്തക്ക നിലയിൽ നിന്റെ മേൽ ഒരു രാജകീയ ഒരു അഭിഷേകം ദൈവം പകരുക മാത്രമല്ല, ഉന്നതന്മാരോടൊപ്പം നിന്റെ പേരിനെ ഉയർത്തി കാണിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുക. കാടുകൊണ്ട് നിന്റെ ജീവിതം ഒതുക്കി തീർത്ത കുടുംബക്കാരുണ്ടല്ലോ, നിന്റെ വളർച്ച കണ്ട് അത്ഭുതപ്പെടുന്ന ഒരു സമയമുണ്ടെന്ന് ഈ പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുകയാണ്. സന്തോഷമുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. ഇതിനകത്ത് പലർക്കും വേണ്ടി കർത്താവ് ഇന്ന് പകൽ അക്ഷരീയമായി എൻ്റെ യേശു കർത്താവ് ഇറങ്ങി വരാൻ പോകും. അവരുടെ ജീവിതത്തിൽ കർത്താവ് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കുക എന്ത് നടക്കും, പക്ഷെ ദൈവം ഭയങ്കര കാര്യങ്ങൾ ചെയ്യും കേട്ടോ. ഞാൻ വേഗത്തിൽ ദൂതിലേക്ക് ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം അപ്പോസ്തലരുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 24, 25, 26 വാക്യങ്ങൾ വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 24, 25, 26 വാക്യം. ആ ആ ആ ആ അടുത്തത് ഇനി ശ്രദ്ധിക്കണേ. ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ സന്തോഷമുണ്ടോ നിങ്ങൾ? ഇനി എല്ലാവരും എന്നെ ശ്രദ്ധിക്കണേ. നമ്മൾ വായിച്ച വാക്യം അപ്പോസ്തലരുടെ പുസ്തകം 1-ാം അധ്യായം 24, 25, 26 വാക്യങ്ങളാണ്. ദയവായിട്ട് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. ഞാൻ ഒരു പ്രവചന ദൂത് നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽ ചെടമയിൽ ഒരു പുതിയ അഭിഷേകം ദൈവം പകരാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകലിൽ ഒത്തിരി ദൈവജനത്തിൻ്റെ മേൽ എന്തോ ഒരു ഭയങ്കര നിറവിനെ ദൈവം കൽപ്പിക്കാൻ പോകുക. എനിക്കറിയാം, ഞാൻ ദിവസങ്ങളിൽ കടന്നുപോയ എല്ലാ മീറ്റിങ്ങുകൾക്ക് ഒത്തിരി കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് അഭിഷേകം പ്രാപിക്കുന്നത് കാണാൻ കർത്താവ് സഹായിച്ചു. ഇന്നലെ ഞാൻ പോയ സൺഡേ ഒരു മീറ്റിംഗ് ഞാൻ പോയിരുന്നു. അവിടെ 8 പിള്ളേർ അഭിഷേകം പ്രാപിക്കുന്നത് കാണാൻ കർത്താവ് ഭാഗ്യുന്നത്. എനിക്ക് വിശ്വാസമുണ്ട് ഇന്നെന്തോ ഇതിനകത്ത് ഒരു വലിയ ആത്മതലം ചിലമേൽ ഭയങ്കരമായി തുറക്കാൻ പോകുകയാണ്. ഒത്തിരി പ്രാർത്ഥനയോടെ ഒത്തിരി പ്രതീക്ഷയോടെ ദൈവമക്കൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. എല്ലാ ബൈബിൾ അങ്ങ് അടച്ചു വെച്ചാൽ എല്ലാവരും ബൈബിൾ അടച്ചു വെച്ചു. ഞാൻ ഈ ബൈബിൾ വായിപ്പിക്കുന്നില്ല. എല്ലാ ബൈബിൾ അടച്ചു വെച്ചാൽ എല്ലാവരും ബൈബിൾ അടച്ച് മടിയെന്നൊക്കെ ഒന്ന് മാറ്റി എല്ലാവരും ഫ്രീ ആയിട്ടിരുന്നാട്ടെ. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ബന്ധക്കോസർ കുഴപ്പമുണ്ട്. ഒരു വാക്യം വായിച്ചാൽ അന്ന് പിന്നെ ആദ്യമായിട്ടായിരിക്കും ബൈബിൾ കാണുന്നത്. സ്വതന്ത്രം പറഞ്ഞു
പിന്നെ ഇന്നേ വരെ കാണാത്തതുപോലെ കുത്തിയിരുന്ന് എന്ത് ചെയ്യും? പറ. ബൈബിൾ വായിക്കും. മീറ്റിംഗ് ചോദിച്ചാൽ സൂപ്പറാന്ന് പറയുകയും ചെയ്യും. ഒരു ആമേൻ പറഞ്ഞു. ആ, ഒരു പ്രത്യേകത മറ്റൊന്നല്ലറിയോ, ഒരേ സമയത്ത് ബൈബിൾ വായിക്കുകയും ചെയ്യും, പ്രസംഗം കേൾക്കുകയും ചെയ്യും. ഒരു ആമേൻ പറഞ്ഞു. ലാസ്റ്റ് കേട്ടടവും ഇല്ല. ആ, രക്തല്ലേ. മീറ്റിംഗ് ചോദിച്ചാൽ സൂപ്പറാന്ന് പറയുകയും ചെയ്യും. ഒരു ആമേൻ പറഞ്ഞു അല്ലേ? ഓക്കെ, നമ്മൾ ദൂതിലേക്ക് വരും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നമ്മൾ കുറച്ച് പേരല്ലോ, പക്ഷേ ഇതിനകത്ത് ഒരു വലിയ ദൈവസ്ഥാനത്തിന് അനുഭവിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു. നമ്മൾ വായിച്ച അപ്പോസ്തലരുടെ പുസ്തകത്തിനകത്ത്, ഈ പുസ്തകത്തിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഒത്തിരി പേര് ഈ ഒറ്റ പുസ്തകത്തിനകത്ത് എൻട്രി ചെയ്യിക്കുക. എന്ത് ചെയ്യുക? ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത, ഒരിക്കലും മാനിക്കപ്പെടാൻ ചിന്തയിലില്ലാത്ത, അതായത് ദൈവവേലക്കെതിരെ നിന്നവർ പോലും ഇതിനകത്ത് അപ്പോസ്തോലിക ചരിത്രത്തിൽ കയറിയ പുസ്തകമാണ് അപ്പോസ്തലരുടെ പുസ്തകം. ഒന്നുകൂടെ പറയാം, ശത്രു ഏറ്റവും അധികം ഫൈറ്റ് ചെയ്ത പത്രോസ് അടക്കം, അതായത് ഉപയോഗിക്കപ്പെടത്തില്ലെന്നും ഇവനെ ദൈവത്തിന് വിരോധമായി നിർത്തുകയും ഒരിക്കലും ദൈവരാജ്യത്തിന് വേണ്ടി ഇവനെ ഉപയോഗിക്കാൻ ശത്രു അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞവനെ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ആദ്യം എഴുന്നേൽപ്പിച്ച അവനെയാണ്. ഞാൻ ആരോടൊക്കെ ആത്മാവിൽ പ്രവചിക്കട്ടെ, നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ ഉപവസിക്കാനോ കഴിയാതെ നിങ്ങളോട് ശത്രു ഏറ്റവും അധികം ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളെയാണ് എൻ്റെ ദൈവത്തിന് പട്ടണത്തിന് ആവശ്യം. വിശ്വാസമില്ല? ഞാൻ ഒന്നുകൂടെ ആത്മാവിൽ പറയാം, ഇന്ന് പകൽ അങ്ങനെയുള്ള ചിലരെ ഇന്ന് പകൽ ഇതിനകത്ത് ദൈവം ശക്തമായിട്ട് അധികാരപ്പെടുത്താൻ പോവാം. ആമേൻ. ഈ പ്രവൃത്തിയുടെ പുസ്തകത്തെ കുറിച്ച് ഞാൻ പഠിച്ചു വന്നപ്പോൾ ഈ പ്രവൃത്തിയുടെ പുസ്തകത്തെ അപ്പോസ്തലരുടെ പുസ്തകം എന്ന് പറയാൻ കാരണം ഇതിനകത്ത് 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അല്ലേ? ഈ അതുവരെ പഠിക്കുമ്പോൾ എന്നറിയോ, മറ്റുള്ള 4 സുവിശേഷങ്ങൾ പഠിച്ചാൽ യേശുവിൻ്റെ ശിഷ്യന്മാരെന്നാണ് അവിടെ എഴുതപ്പെട്ടത്. ഒരു ആമേൻ പറഞ്ഞു. യേശുവിൻ്റെ 12 പേർ. ഒരു ആമേൻ പറഞ്ഞു അല്ലേ? അങ്ങനല്ലയോ? പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കയറിയപ്പോൾ മുതൽ ഇവരുടെ ശിഷ്യൻ എന്ന പേര് മാറിയിട്ട് ഇവരുടെ അപ്പോസ്തലന്മാരെ അപ്ഗ്രേഡ് ആകുക. മനസ്സിലായോ? സത്യമല്ലേ? ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കാവോ? നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥകൾ, നിങ്ങളെ കാണുന്നത് പോലെയല്ല സർവശക്തനായ ദൈവം നിങ്ങളെ ഇനി വെളിപ്പെടുത്താൻ പോകുന്നത്. അല്ലേ? ഈ ബൈബിൾ പഠിച്ച ഏകദേശം 23 പ്രാവശ്യത്തോളം ദി അപ്പോസ്തലന്മാർ എന്ന പദം ഈ പുസ്തകത്തിനകത്ത് ഉച്ചരിക്കുന്നുണ്ട്. ഒരു ആമേൻ പറഞ്ഞേ. അടുത്തൊരു പദം ശ്രദ്ധിക്കണേ. ഈ പ്രവൃത്തിയുടെ പുസ്തകം പഠിച്ചാൽ ഇതിനകത്ത് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന 2 പേരുണ്ട്. ഇതിനകത്ത് ഒത്തിരി പേര് ദൈവം എഴുന്നേൽപ്പിക്കുന്നു. എന്താ പറയുക, ഫിലിപ്പോസ്, സ്തേഫാനോസ്, അഗബോസ്, ആന്ത്രയോസ്, ഒത്തിരി പേരെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എഴുന്നേൽപ്പിക്കുന്നു. പക്ഷെ ഈ പുസ്തകത്തിനകത്ത് ഉടനീളം പഠിച്ചാൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന 2 പേരാ. ഒന്ന് പൗലോസും 2 പത്രോസും. ഒരു ആമേൻ പറഞ്ഞേ. ആരൊക്കെയാണ്? പത്രോസും. ഒന്നുകൂടെ പറയാം, പത്രോസിനെ ആരംഭിക്കാതെ പ്രവൃത്തി തുടങ്ങാൻ പറ്റത്തില്ല. പൗലോസിനെ പറയാതെ പ്രവൃത്തിയുടെ പുസ്തകം അവസാനിപ്പിക്കാനും പറ്റത്തില്ല. സത്യമല്ലേ? പക്ഷെ അതിനൊക്കെ ഞാൻ ഏറ്റവും ഒരു മർമ്മപ്രധാന ദൂത് പറയാം. ആരെല്ലാം എഴുന്നേറ്റാലും ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന 2 പേരാണ് പത്രോസും പൗലോസും. ഒരു ആമേൻ പറഞ്ഞേ. ഞാൻ ഒരു ദൂത് പറയാം, നിങ്ങൾ ഈ ദൂതിനെ പിടിക്കാൻ തയ്യാറാണോ? ഈ പട്ടണത്തിന് ഇനി ആരൊക്കെ എഴുന്നേറ്റാലും, ആരൊക്കെ എഴുന്നേറ്റ സീസൺ ഉണ്ടെങ്കിലും ഈ പട്ടണത്തിനകത്ത് പത്രോസിനെ പോലെ പൗലോസിനെ പോലെ ചിലർ ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ പോകുകയാണ്. അതിനുവേണ്ടി ചിലരെ ഇതിനകത്ത് എന്റെ ദൈവം അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പോരാ 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 പോരാ. ഇതിനകത്ത് ചിലരെ ദൈവം അഭിഷേകം ചെയ്യും. ചില കുടുംബങ്ങളെ ദൈവം അഭിഷേകം ചെയ്യട്ടെ. ചില തലമുറകളെ ദൈവം അഭിഷേകം ചെയ്യട്ടെ. ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ മല്ലപ്പള്ളി പട്ടണത്തിൽ ഈ സഭ ഒരു സീസണിൽ ചരിത്രമായി നിന്നൊരു സഭയാ. ഒരു ആമേൻ പറഞ്ഞേ. പക്ഷെ ഇടയ്ക്കുണ്ടായ പല വെല്ലുവിളികൾ അകത്തൊതുക്കി കളഞ്ഞെങ്കിൽ ഇന്ന് പകൽ സ്വർഗം ദൂത് വരുന്നു. പത്രോസിനെ എത്ര ഒതുക്കിയാലും, ഒരു ആമേൻ പറഞ്ഞേ, അവൻ പട്ടണത്തിൽ മുൻനിരയിൽ നിന്നതുപോലെ ഈ സഭ ഈ പട്ടണത്തിൽ മുൻനിരയിൽ കയറി വരുന്ന സീസൺ വെളിപ്പെടാൻ പോകുക. ഇന്ന് പകൽ അതിനു വേണ്ടി ഒരു അഭിഷേകം
ഈ ഹോളിനകത്ത് ചലിക്കപ്പെടുന്നു. എത്ര പേർ അതിനെ വിശ്വസിക്കാൻ തയ്യാറാകും? സന്തോഷമുള്ളൊരു ആമേൻ പറഞ്ഞേ. ഞാൻ പറയാം, ആരൊക്കെ എഴുന്നേറ്റാലും നമ്മൾ വിശേഷപ്പെട്ടവരാ. ആരൊക്കെ ഉപയോഗിക്കപ്പെട്ടാലും നമ്മൾ അവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാ. ഒരു ആമേൻ പറ. ഞാൻ പറയാം, ആരും ചെയ്യാത്ത ശുശ്രൂഷ ചെയ്ത് കാണിച്ചൊരു മനുഷ്യനാ ഫിലിപ്പോസ്. ഒരു ആമേൻ അല്ലേ? ആത്മാവിൽ ഗസയിൽ വെച്ച് ഷണ്ണനെ സ്ഥാനപ്പെടുത്തി ആത്മാവ് എടുത്തുകൊണ്ടുപോയെന്നാ. അസ്തോദ് വരെ അവൻ ആത്മാവിൽ സഞ്ചരിച്ചെന്നാ ഇല്ലേ? പിന്നീട് അവനെ കൈസരിയിൽ കണ്ടെന്നാ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന്, അഗബോസിന്, ഇവർക്കെല്ലാം കൈത്താങ്ങലായി പിന്നീട് മാറിയ ഒരു പ്രവാചകനായിരുന്നു ഫിലിപ്പോസ്. ഒരു ആമേൻ പറഞ്ഞേ. അവൻ മാത്രമല്ല, ഭവനം സത്യത്തിൽ അസാധാരണ ശുശ്രൂഷ ആത്മതലത്തിൽ സഞ്ചരിച്ച് ചെയ്ത മനുഷ്യനാണ് ഫിലിപ്പോസ് എങ്കിൽ പോലും അവരൊക്കെ പ്രസംഗിക്കപ്പെടുന്നുണ്ട്, ശരിയാ. പക്ഷെ ഈ പുസ്തകത്തിനകത്ത് തുടക്കം മുതലേ നമ്മൾ കാണുന്നത് മെയിനായിട്ട് ആരെന്നറിയോ? പത്രോസാ. നിങ്ങൾ വിശ്വസിക്കാമോ? ഇതിനകത്ത് ചിലരെ ഈ പട്ടണത്തിനകത്ത് മെയിനായി ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവാ. ചിലർക്ക് ചിന്തിക്കാൻ കഴിയാത്തതുപോലെ ആയിരിക്കും പരിശുദ്ധാത്മാവ് ചിലരെ ഇതിനകത്ത് ഈ പകൽക്കാലം അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിന്നോടുള്ള വെല്ലുവിളികൾ, നിനക്കെതിരെയുള്ള വിഷയങ്ങൾ ഒരിക്കലും ചെറുതായിരുന്നില്ല. പക്ഷെ ഇന്ന് പകലിൽ സകല വിഷയത്തിനകത്തും ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്തതുപോലെ ദൈവം ചിലരെ ഈ പകൽക്കാലം അഭിഷേകം ചെയ്യും. ആടമേലില്ലാത്തൊരു നിയോഗമുള്ള മനുഷ്യനാണ് നിങ്ങൾ. പക്ഷെ ജീവിതത്തിൽ അത്രത്തോളം വെല്ലുവിളികളെ തരണം ചെയ്ത ഒരുപാട് അനുഭവം നിനക്കുണ്ട്. പക്ഷെ ഇന്ന് കർത്താവ് ഒരു ദൂതായി പറയുന്നു, ദൈവം നിന്നെ പട്ടണത്തിനകത്ത് മുൻനിരയിൽ കൊണ്ടുവരാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ട് കേട്ടോ. ഇവനുമുണ്ടോ ഈ ഗണത്തിൽ എന്ന് ചോദിക്കത്തക്ക നിലയിൽ ശ്രേഷ്ഠന്മാരോടൊപ്പം രാജകീയ പദവിയിൽ എൻ്റെ കർത്താവ് നിന്നെ കരം പിടിക്കാൻ പോകുക. എനിക്കറിയത്തില്ല, ഈ ജൂൺ ജൂലൈ മാസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ശുശ്രൂഷയുടെ പുതിയ ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോകുക. ഒരുപാട് യാത്രകളുമായി ദൈവം നിന്നെ കണക്ട് ചെയ്യും. ഒരുപാട് പട്ടണങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്നെന്ന് കർത്താവ് നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഇപ്പോൾ തന്നെ ഒരു അഭിഷേകം. മോനെ, ഉണർവിനകത്ത് പത്രോസ് മുന്നിൽ വന്നതുപോലെ സ്വർഗം പറഞ്ഞ ഈ ഒരു സീസണിൽ കർത്താവ് നിന്നെ മുൻനിരയിൽ കൊണ്ടുവരാൻ പോകുക. ആരൊക്കെ എഴുന്നേറ്റാലും, ആരൊക്കെ പട്ടണത്തിൽ നിലനിന്നാലും, ഇന്ന് പകൽ പത്രോസിന്റെ കയ്യിൽ യേശു ആദ്യമേ തന്നെ ഒരു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചതാ. ഞാൻ കാണുന്ന പോലെ നിന്റെ മേൽ ചില താക്കോലുകൾ ഞാൻ കാണുക. മറ്റുള്ളവർക്ക് പകരാത്ത ചില അധികാരമുള്ളൊരു വ്യക്തിയാ നീ. അതുപോലെ നിന്നോട് ഒത്തിരി വെല്ലുവിളികളുണ്ട്. പക്ഷെ ആത്മാ പറയുന്നു, പൗലോസ് സകലത്തെയും പത്രോസ് സകലത്തെയും അതിജീവിച്ച് ദൈവം അവനെ മുൻനിരയിൽ കൊണ്ടുവന്നത് പോലെ ദൈവം ഈ സീസണിൽ നിന്നെ മുൻനിരയിൽ കൊണ്ടുവരാൻ പോകുക. നിന്നെ ഒഴിവാക്കിക്കൊണ്ട് ഈ പട്ടണത്തിൽ ഒന്നും ചെയ്യാൻ ദൈവത്തിന് പറ്റത്തില്ല. പല സഭകൾക്ക്, പല കൂട്ടായ്മകൾക്ക് നീ ഒരു അനുഗ്രഹമായി മാറാൻ പോകുക. ഇന്ന് വ്യത്യസ്തമായ ഒരു അഭിഷേകത്തെ നീ പ്രാർത്ഥിച്ചോ. എന്തോ ഒരു വലിയ ദൈവപ്രവൃത്തി ഈ വർഷം നിന്റെ മേലുണ്ടാവും. നീ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഞാൻ കാണുന്നു. നീ UK നിൽക്കുന്ന ഞാൻ കാണുന്നു. ദൈവം നിനക്ക് വേണ്ടി ഒത്തിരി ഡോറുകൾ തുറക്കുന്ന ഒരു വർഷമായിരിക്കും അത്. നീ സ്വപ്നം കാണാത്ത നന്മകൾ നിന്റെ കയ്യിൽ വരും. സ്വപ്നം കാണാത്ത വേദികൾ ദൈവം നിന്റെ കയ്യിൽ ഭരമെത്തും. നീ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവം നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു സമയമാണെന്ന് ആത്മാവ് എന്നോട് പറയുന്നു. നദനയേലിനെ കണ്ടപ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഇവൻ സാക്ഷാൽ ഇസ്രായേൽ, ഇവന് കപടമില്ലെന്ന്. മോനെ, നിന്റെ ഹൃദയം അറിയുന്ന ദൈവം നിന്നെ ഉറപ്പിച്ച് ഇങ്ങനെ പറയുന്നു, നീ ഇതല്ല ഇതിലും വലുത് കാണാൻ പോകുക. നിന്റെ മുമ്പിൽ ഇനിയും അനവധി വലിയ കാര്യങ്ങൾ എൻ്റെ കർത്താവ് തുറക്കുന്നൊരു സീസണാണ് കേട്ടോ. നിന്റെ മുമ്പിൽ ചില പ്രധാനപ്പെട്ട വാതിലുകൾ എൻ്റെ ദൈവം തുറന്നു തരാൻ പോകുക. സന്തോഷമുള്ളവർ ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. എനിക്ക് ഒന്നുകൂടെ നിങ്ങൾ പ്രവചിക്കാൻ തോന്നുന്നു, നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്ന് കർത്താവ് ഇനി തെളിയിക്കും. എനിക്ക് രണ്ട് മക്കളാണ്. എത്ര മക്കളാണ്? 2 മക്കളാണ്. ഞാൻ 2 മക്കളെ അച്ഛൻ അടുത്ത് വരുമ്പോൾ കാണും. 2 മക്കളുടെ അടുത്തും ദൈവദൂതന്മാർ നിൽക്കുന്ന ഞാൻ കാണുന്നത് കേട്ടോ. ഈ ദിവസങ്ങളിൽ പലർക്കും ലഭിക്കാത്ത ചില സന്തോഷങ്ങൾ നിന്റെ കൂടാരവുമായി ബന്ധപ്പെട്ട് കർത്താവ് സെറ്റ് ചെയ്യും.
ഇതൊരു വലിയ ദൈവിക സാക്ഷ്യങ്ങളുടെ സമയമായി കർത്താവ് നിങ്ങളുടെ മേൽ തുടങ്ങുന്ന ഒരു സമയമാണെന്ന് ആത്മാവിനോട് ശക്തമായി പറയും. ഞാൻ കാണുന്നു ദൈവ വേലയിൽ നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. പീലിപ്പോസിനെ പോലെ പട്ടണങ്ങളുടെ ചരിത്രത്തിന് വേണ്ടി നിന്റെ തലമുറ ദൈവം ഉപയോഗിക്കാൻ പോകുകയാണ്. പത്രോസിനെ പട്ടണങ്ങളുടെ മുൻനിരയിൽ നിർത്തി പ്രവൃത്തിയുടെ പുസ്തകം തുടങ്ങാൻ പത്രോസിനെ മുന്നിൽ നിർത്തിയതുപോലെ ഉണർവിന് വേണ്ടി മുൻനിരയിൽ നിന്റെ തലമുറകൾ കടക്കുമെന്ന് ആത്മാവിനോട് പറയും. നിന്റെ 2 തലമുറകളും ദൈവവേലയുമായി ബന്ധപ്പെട്ട് ദൈവം അവരെ ആദരിക്കുമെന്ന് കർത്താവ് പറയുന്നു. നിന്റെ ഭവനം ഒരു മിഷണറി കുടുംബമാണ്. ദൈവം അങ്ങനെ ഒരു രാജകീയ വാതിലിനെ ഇന്നു മുതൽ നിങ്ങളുടെ മേൽ അസാധാരണമായി തുറന്നു നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. എനിക്കറിയത്തില്ല, ഇതൊരു ദൈവിക സീസണാണ്, ഗെരാറാണിത്. പക്ഷെ ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് കർത്താവ് തെളിയിക്കും. വിതയ്ക്കുന്നത് പാഴാകത്തില്ല. ഇവിടെ ഒരു കൊയ്ത്തുണ്ടെന്ന് കർത്താവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഓക്കെ, ഞാൻ തിരിച്ചു വരും. ശ്രദ്ധിക്കണം, ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് ഒരു പ്രത്യേകത പറയാം. ഇതിനകത്ത് സത്യത്തിൽ ശൗൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, പൗലോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ ശിഷ്യന്മാരുടെ ഗണത്തിനകത്ത് ഉള്ള മനുഷ്യനെ അല്ല. ഉള്ളവനാണോ? 8-ാം അധ്യായം പഠിക്കുമ്പോൾ സ്തേഫാനോസിനെ കല്ലെറിയാൻ അവന്റെ വസ്ത്രത്തെ അവന്റെ കാൽച്ചൂട്ടിൽ വെച്ച് നോക്കി നിന്ന മനുഷ്യനാണ് ശൗൽ. 8-ാം അധ്യായം പഠിക്കുമ്പോൾ ശൗൽ വീട് വീടാന്തരം കയറി ഇറങ്ങി പുരുഷന്മാരെ സ്ത്രീകളെ പിടിച്ചു കെട്ടി, ഇല്ലേ? വചനം പറയുന്നത് എങ്ങനെ? പിടിച്ചു കെട്ടിക്കൊണ്ട് സഭയെ ഉപദ്രവിക്കാൻ നിന്ന മനുഷ്യനായിരുന്നു ആര്? ശൗല്. പക്ഷെ വചനം പറഞ്ഞ് എതിരെ നിന്നവനെ വചനം പറഞ്ഞ് ദൈവം അങ്ങ് തിരിക്കുക. അവനെ ദൈവം അപ്പോസ്തല ഗണത്തിലോട്ട് ദൈവം എൻട്രി ചെയ്യിക്കുക. ഒരു ആമേൻ പറഞ്ഞ് ഞാൻ ഒരു ദൂത് പറ, ഈ സഭയ്ക്കകത്ത് പ്രതീക്ഷിക്കാത്ത പലതിനെയും ദൈവം എൻട്രി ചെയ്യിക്കും. ഇതൊരു ദൂതായിട്ട് കുറിച്ചിട്ടുണ്ട്. ഈ സഭയിൽ നിന്ന് ഒത്തിരി ശുശ്രൂഷകന്മാർ കാലങ്ങൾക്ക് മുമ്പ് എഴുന്നേറ്റിട്ടുണ്ട്. വിശ്വാസമില്ല ദേശത്തിനകത്ത്. പക്ഷെ ഇന്ന് ആത്മാവ് ഒന്നുകൂടി പ്രവചിക്കുകയാണ്, ഇതിനകത്ത് ചില പൗലോസുമാർ ഇനിയും പുറത്തു വരാൻ പോവാ. ചിലരെ ദൈവം ഇതിനകത്തുനിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. ഓക്കെ, ഞാൻ തിരിച്ചോടി വരാം. എന്നാൽ ഇവിടെ കാണുന്ന അടുത്ത നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരികയാണ്. ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ 1-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം നടക്കുക മറ്റൊന്നുമല്ല, പിതാവിൽ നിന്ന് കേട്ട വലിയ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി 120 പേര് ഒരുമിച്ച് മർക്കോസിന്റെ മാളിക പോലെ എന്ത് ചെയ്യുന്നു? കാത്തിരിക്കും. ഈ കൂടിയിരിക്കുന്ന സമയത്ത് ഇവർ 10 ദിവസം കാത്തിരുന്നു. എത്ര ദിവസം കാത്തിരുന്നു? 10-ാം ദിവസം വചനം പറയുന്നു ബെന്തക്കോസ് നാൾ വന്നത്. ഒരു ആമേൻ പറഞ്ഞു. പക്ഷെ ബെന്തക്കോസ് നാൾ വരുന്നതിന് മുമ്പ് അതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുക. ആ തെരഞ്ഞെടുപ്പ് മറ്റൊന്നുമല്ല, വചനം വന്ന് 2 കാര്യങ്ങൾ പറഞ്ഞാണ് അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ പറയുന്നു, 1 കർത്താവിൻ്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിനും, 2 യൂദ ഒഴിഞ്ഞു പോയ അപ്പോസ്തോലിക ദൗത്യം നിർവഹിക്കാനും ഒരാളെ തെരഞ്ഞെടുക്കണം. ഇല്ലേ? അങ്ങനല്ലേ വാക്ക്? അങ്ങനെ പറഞ്ഞിട്ട് അവർ ഒരാളുടെ പേരിന് അവർ എടുത്തു പ്രധാനപ്പെട്ടു പറഞ്ഞു. നമ്മൾ വായിച്ച വാക്യം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരാണ് മത്തിയാസ്. ആരാണ്? 2 പേര്, 1 യോസെഫ്, 2 മത്തിയാസ്. ഒരു ആമേൻ പറഞ്ഞേ. ഇനി മത്തിയാസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു സാക്ഷ്യം എടുത്ത് പറയുന്നുണ്ട്. എന്താണെന്നറിയാം? 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞു, ആകയാൽ കർത്താവായ യേശുവിനെ സ്നാനപ്പെടുത്തിയ നാൾ മുതൽ യേശു സ്വർഗാരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോന്നിരുന്ന. അപ്പോൾ പ്രത്യേകത, യേശു സ്നാനപ്പെട്ടപ്പോൾ മുതൽ മത്തിയാസ് ആരുടെ കൂടെ ഉണ്ട്? യേശുവിൻ്റെ കൂടെ ഉണ്ട്. യേശു സ്വർഗാരോഹണം ചെയ്ത സമയത്തും മത്തിയാസ് ആരുടെ കൂടെ ഉണ്ട്? അപ്പൊ ശ്രദ്ധിക്കണേ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ പഠിച്ചാലും ഈ മത്തിയാസിന്റെ പേരില്ല. ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, പത്രോസ്, യോഹന്നാൻ, യാക്കോബ് ഇവരെല്ലാം കർത്താവിന്റെ ശിഷ്യന്മാരാണ്. ഇവരെല്ലാം അപ്പോസ്തലന്മാരായി. ഒറ്റ ചോദ്യം, ഈ ശിഷ്യന്മാർ യേശുവിനെ കാണുന്നതിന് മുമ്പ് യേശുവിനെ കണ്ട വ്യക്തിയല്ലേ മത്തിയാസ്? യേശു സ്നാനപ്പെട്ടത് ശിഷ്യന്മാർ 12 പേരും കണ്ടിട്ടില്ല. പക്ഷെ യേശു സ്നാനപ്പെടുന്നത് പരസ്യമായി കണ്ട വ്യക്തിയാണ് ആര്? ഒരു ആമേൻ പറ. ചിലരെങ്ങനെയാണെന്നറിയോ? മീറ്റിംഗ് തുടങ്ങിയപ്പോൾ മുതൽ സഭയുടെ കൂടെ ഉണ്ട്. ഒരു ആമേൻ പറഞ്ഞു. പക്ഷെ അതിനുശേഷം വന്ന പലരും അനുഗ്രഹിക്കപ്പെട്ടു. ഒരു ആമേൻ പറ. ഹലോ. പക്ഷെ ഇതിനകത്ത് ഇന്നും നമ്മൾ ഒരേ അവസ്ഥയിൽ തന്നെ നിൽക്കുക. ഒരു ആമേൻ പറ. പക്ഷെ ഇന്ന് ആരോടൊക്കെ നോക്കി എനിക്ക് പ്രവചിക്കാനുള്ള ദൂത് എന്നറിയാം, ദൈവം നിങ്ങളെ കാണാത്ത ദൈവമല്ല, ദൈവം നിങ്ങളെ അറിയാത്ത ദൈവമല്ല.
ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 3.5 വർഷക്കാലമായി എല്ലായിടത്തും അവനുണ്ട്. ഞാൻ പറയും, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിക്കുന്ന സ്ഥലത്ത് മത്തിയാസ് ഉണ്ട്. ലാസറിന്റെ കല്ലറ വാതിക്കലും യേശു ലാസറിനെ വിളിക്കുമ്പോൾ അവൻ ഉയർത്തു വരുന്നത് കണ്ട വ്യക്തിയായിരിക്കും മത്തിയാസ്. കാരണം അവൻ സഞ്ചരിച്ച എല്ലായിടത്തും അവന്റെ കൂടെ ഉണ്ടെന്നേ. ഒരു ആമേൻ. എല്ലാ അത്ഭുതങ്ങളും ഇവൻ കണ്ടവനാ. പക്ഷെ അവന്റെ ജീവിതത്തിൽ മാത്രം ഇന്നേ വരെ ഒരു അത്ഭുതവും ഇല്ല. ഇതിനകത്ത് ദൈവത്തോട് ഒത്തിരി ചോദിക്കുന്ന ദൈവ പൈതലേ, എനിക്കെന്താ വിടലില്ലാത്തേ, എനിക്കെന്താ മറുപടി ഇല്ലാത്തേ, എന്നെ മാത്രം എന്താ ദൈവം കാണാത്തേ, എന്നെ മാത്രം എന്താ ദൈവം അറിയാത്തേ, എൻ്റെ വിഷയം മാത്രം എന്താ ദൈവം മറച്ചു വെച്ചിരിക്കുന്നുണ്ടോ? ഇന്ന് പകൽ ഒറ്റ ദൂത്, ദൈവം നിന്റെ വിഷയം കാണാത്ത ദൈവമല്ല, ദൈവം നിന്നെ അറിയാത്ത ദൈവമല്ല. ഈ കാലഘട്ടത്തിൽ ഒരാൾക്കും കൊടുക്കാത്തൊരു മറുപടി നിനക്ക് തരാൻ വേണ്ടി എൻ്റെ ദൈവം, ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, മത്തിയാസിനെ മറന്നതല്ല, ദൈവം അവനെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാവും? ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. പറ, ദൈവം നിങ്ങളെ മറന്നിട്ടില്ല. ദൈവം നിങ്ങളെ എല്ലായിടത്തും വില കൊടുക്കുന്നു. ആ മുണ്ടെടുത്ത എഴുന്നേക്കോ, അച്ഛനെ പറ. അതാണ് നിങ്ങളൊരു മത്തിയാസിനെ പോലെ വില കൊടുക്കാൻ മനസ്സുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ എവിടെ എല്ലായിടത്തും ഉണ്ടെങ്കിലും ജീവിതത്തിനകത്ത് അർഹിക്കപ്പെട്ടതൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് പകൽ ദൈവം പറഞ്ഞു, ദൈവം നിങ്ങളെ മറന്നിട്ടില്ല, ദൈവം നിങ്ങളെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ദൈവം നിന്റെയും നിന്റെ ഭവനത്തെയും ഇന്ന് പകൽ സ്വർഗം സന്ദർശിക്കാൻ സമയമായി. ഒരു കൂടാരത്തിനകത്തും വെളിപ്പെടുത്താത്ത ചില ദൈവിക വിടുതലുകൾ ഇന്ന് നിന്റെ കൂടാരത്തിൽ എൻ്റെ കർത്താവ് വെളിപ്പെടുത്തും. ഒരു മത്തിയാസിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം സെലക്ട് ചെയ്തതുപോലെ നിന്റെ മേൽ ഒരു ദൈവവിളി കിടപ്പുണ്ടെന്ന് ആത്മാവിനോട് പറയുന്നു. നീ ദൈവരാജ്യത്തിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടും. അഭിഷേകം ഇന്ന് പകൽ നിന്റെ മേൽ വെളിപ്പെടുന്നു. നീ ചിന്തിക്കാത്ത സന്തോഷങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്റെ കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുക. ഒരു അഭിഷേകത്തിന്റെ കരം തൊടട്ടെ. അല്ല, ഈ കഴിഞ്ഞ ഈ വർഷം തുടങ്ങിയപ്പോൾ എന്തോ ചില ആക്സിഡന്റുകളിൽ നിന്നെ ഇല്ലാതാക്കാൻ ശത്രു ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷെ ദൈവം അവിടെ നിന്നെല്ലാം ദൈവം നിന്നെ കരത്തിൽ മറച്ചു പിടിച്ചൊരു കാഴ്ച ഞാൻ കാണുക. ദൈവം പറഞ്ഞു, ഈ വർഷം നീ ദൈവത്തിന്റെ സാക്ഷിയായി മാറാൻ പോകുക. നിന്റെ വീടിനകത്ത് ചില അടയാളങ്ങൾ വെളിപ്പെടാൻ പോകുക. ഈ പകൽ അഭിഷേകം നിന്റെ വീടിനെ തൊടുക. ശ്രദ്ധിക്കണേ, മത്തിയാസ് എല്ലാ ഇടങ്ങളിലും മത്തിയാസ് അവൻ എല്ലാ ഇടങ്ങളിലും എന്ത് ചെയ്യുന്ന വെച്ചാൽ സഞ്ചരിച്ചു പോവുക. എല്ലാ ഇടങ്ങളും ആരുടെ കൂടെ സഞ്ചരിക്കുന്നു. ഞാനിങ്ങനെ പറയും, ലൂക്കോസ് 9 പറയുന്നു, സകല ഭൂതങ്ങളെ പുറത്താക്കാൻ, വ്യാധികളെ സൗഖ്യമാക്കാൻ, സ്വർഗരാജ്യം പ്രസംഗിക്കാൻ, രോഗികൾക്ക് സൗഖ്യം വരുത്താൻ യേശു ശിഷ്യന്മാർക്ക് ശക്തിയും അധികാരം കൊടുത്തപ്പോഴും മത്തിയാസ് അവിടെ കൂടെ ഉണ്ട്. കൂടെ നിൽക്കുന്നവർ പ്രാപിക്കുമ്പോൾ നോക്കി നിൽക്കുക. ഒരു ആമേൻ. ഞാൻ പറയാം, നിന്റെ കൂടെ നിന്നവരെല്ലാം പലതും പ്രാപിച്ചു, നീ മാത്രം ഒരേ അവസ്ഥ നിൽക്കുക. പക്ഷെ കർത്താവ് പറയുന്നു, ഇന്ന് നിന്റെ ദിവസമാണ്. ഞാൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാവേ. ഈ 1-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 1-ാമത്തെ വാക്യം ഇങ്ങനെ, ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെടുകയും ചെയ്തത്. അങ്ങനെയല്ലേ വാക്ക്. പക്ഷെ 2-ാം അധ്യായം തുറക്കുന്നത് ബെന്തക്കോസ് വന്നെന്ന് പറഞ്ഞോണ്ടാണ്. എങ്ങനെ? അപ്പൊ ഒറ്റ ചോദ്യം, ഇവൻ കേറാനല്ലേ ബെന്തക്കോസ് കാത്തിരുന്നേ? കാത്തില്ല. ഇവന് വേണ്ടിട്ടല്ലേ ഉണർവ് കാത്തിരുന്നേ? വിശ്വസിക്കാൻ ഒരു അമ്മയും പറഞ്ഞേ. ഞാൻ ആരോടൊക്കെ പറയാവേ. 1-ാം അധ്യായം 26 മത്തിയാസിനെ തെരഞ്ഞെടുക്കുന്നു. 2-ാം അധ്യായം തുടങ്ങുന്നത് ബെന്തക്കോസ് വന്നെന്ന് പറഞ്ഞോണ്ടാ. ഞാൻ പറയാം, മത്തിയാസെ നിന്നെ എപ്പോ സെലക്ട് ചെയ്തോ അടുത്ത അധ്യായം തുറക്കുന്നത് ബെന്തക്കോസ് വന്നത് പറഞ്ഞോണ്ടാ. എന്തിനാന്നറിയാമോ? കഴിഞ്ഞ 3.5 വർഷക്കാലമായി കൂടെ നിന്നവരുടെ ഇടയിൽ നിന്ന് നീ ഒത്തിരി ഒറ്റപ്പെട്ടു, നീ ഒത്തിരി അവഗണിക്കപ്പെട്ടു. എന്നിട്ട് പരിഹാസങ്ങൾ കേട്ടു, എന്നിട്ട് കുത്തുവാക്കുകൾ കേട്ടു. പക്ഷെ എന്നിട്ടും അതിനൊന്നും വകവെക്കാതെ ദൈവശക്തിക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി കാത്തിരുന്ന നിന്നെ എന്റെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നത് സാധാരണക്കാരനെ പോലല്ല, ഒരു അപ്പോസ്തോലിക ദൗത്യത്തോടെ എന്റെ ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക.
നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, കൂടെ 3.5 വർഷക്കാലം നടക്കുമ്പോഴും എന്തെല്ലാം ഒറ്റപ്പെടൽ കാണും, എന്തെല്ലാം നിന്ദകൾ കേട്ട് കാണും, എന്തെല്ലാം അപവാദങ്ങൾ കേട്ട് കാണും. പക്ഷെ എന്നിട്ടും 120 പേർ പിതാവിന്ന് കേട്ട വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരുവനെ പോലെ വന്ന് നിൽക്കുക. ഞാൻ പറയും, ഒത്തിരി വാഗ്ദത്തം തലമേലുണ്ട്, പക്ഷെ എന്നിട്ട് നീ കൂട്ടത്തിൽ ഒരാളെ പോലെ ഇന്നും ആലയത്തിൽ കൈയടിക്കുന്ന വ്യക്തിയാണോ? ഇന്നും ആലയത്തിനകത്ത് നീ വില കൊടുക്കുന്ന ദൈവ പൈതലാണോ? നിന്നയുണ്ടാകാം, അപവാദമുണ്ടാകാം, ഒറ്റപ്പെടലുണ്ടാകാം, ചോദ്യങ്ങൾ 100 കണക്കിന് നിനക്കെതിരെ ഉണ്ടാകാം. നിന്നെ നോക്കി പരിഹസിക്കാൻ, നിന്നെ ഒതുക്കാനും, ഒരുപക്ഷെ നിന്റെ വാക്കുകൾ കൊണ്ട് നിന്നെ മുറിവേൽപ്പിക്കാനും ഒത്തിരി പേരുണ്ടാകാം. പക്ഷെ ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ പറയാം, നിനക്ക് വേണ്ടി ഒരു ഉണർവ് കാത്തിരിക്കുക. മത്തിയാസേ, നിന്നെ വെയിറ്റ് ചെയ്ത് പെന്തക്കോസ്ത് കാത്തിരിക്കുക. ഇന്ന് പകൽ ആ ഉണർവിന് അവനെ സെലക്ട് ചെയ്തതുപോലെ ഇന്ന് പകൽ അവഗണിക്കപ്പെട്ട, ഒറ്റപ്പെട്ട ചിലരെ തെരഞ്ഞെടുക്കുന്ന ഒരു സീസണാണിത്. ആമേൻ പറയാൻ പറ്റുമോ? ഒത്തിരി ഒറ്റപ്പെട്ടുള്ളത്, ഒത്തിരി പേരുടെ വാക്കുകൾ നിന്നെ മാനസികം ഒത്തിരി മുറിവേൽപ്പിച്ച സമയങ്ങളുണ്ട്. പ്രാർത്ഥനയിൽ പലർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പല മറുപടികൾ പിടിച്ചെടുത്ത് കൊടുത്തൊരു വ്യക്തിയാണ് നീ. പക്ഷേ എന്നാൽ മറുപടി കണ്ട പലരും നിനക്കെതിരെ വിരോധമായി ഇന്ന് സംസാരിക്കുക. നീ വില കൊടുത്ത, നീ സ്നേഹിച്ച പലരും നിന്നെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇന്ന് പകൽ മത്തിയാസിന് വേണ്ടി ദൈവം ഇറങ്ങിയതുപോലെ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങുന്ന സമയമാണ് കേട്ടോ. എനിക്കറിയത്തില്ല, നിനക്കും നിന്റെ സന്തതികൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി എനിക്ക് നിങ്ങളെ അറിയില്ല. പക്ഷേ ദൈവിക ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ഒത്തിരി വില കൊടുത്തൊരു വ്യക്തിയാണ് നീ എന്ന് ആത്മാവ് നിന്നോട് പ്രവചിക്കുക. നീ കണ്ണീരൊഴുക്കിയതിന്, നീ വിലപിച്ചതിന് നിനക്കൊരു സാക്ഷ്യം വരാൻ പോവുക. നിന്റെ കൂടാരത്തെ ദൈവം തൊടാൻ പോകുക. ഈ പകൽ ശ്രേഷ്ഠമേറിയ ഒരു അഭിഷേക ദൈവം നിന്റെ മേൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. ദൈവം പറയുന്നു, നിന്റെ അസ്ഥികളെ ദൈവം തൊടും കേട്ടോ. നിന്റെ ആരോഗ്യത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാവും. നീ ഇല്ലാതാകാൻ കൊതിച്ചവരുടെ നടുവിൽ ദൈവം നിന്റെ ചരിത്രത്തെ തിരിക്കുന്ന സമയമാണ്. ദൈവം നിന്നെ ലജ്ജിപ്പിക്കത്തില്ല, ദൈവം നിന്നെ ഒഴിവാക്കത്തില്ല. ഈ പകൽ ദൈവം പരിഹസിച്ചവരുടെ മുമ്പിൽ വചനം നിന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് ഞാൻ നിനക്ക് നന്മയ്ക്കായി ചില അടയാളങ്ങളെ ചെയ്യും. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. മോളെ, ദൈവത്തിന്റെ ഒത്തിരി സ്നേഹം നിന്റെ മേൽ നിൽക്കുന്ന ഞാൻ കാണും. നീ പലർക്കും ഒരു അത്ഭുതമായി മാറാൻ പോട്ടോ. ദൈവം പറഞ്ഞു, നിന്റെ തലയെ ദൈവം ഉയർത്തും. നിന്റെ അപ്പനമ്മയ്ക്ക് നീ ഒരു പ്രശംസയായി മാറും. ദൈവം പറഞ്ഞു, നീ എപ്പോഴും സ്വയത്തിൽ ഒതുങ്ങി ഒഴിഞ്ഞു നിൽക്കുന്നവളാ. പക്ഷെ ദൈവം പറഞ്ഞു, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ദാവീദിനെ ആരൊക്കെ ഒഴിവാക്കിയാലും ദൈവം അവനെ മുൻനിരയിൽ കൊണ്ടുവന്നതുപോലെ നിന്റെ മേൽ, ദാവീദിന്റെ മേൽ വീണൊരു അഭിഷേകം നിന്റെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന ഞാൻ കാണുന്നു. നിന്നിലൂടെ രാജകീയ ഉയർച്ച നിന്റെ അപ്പനും അമ്മയും അനുഭവിക്കും. നിന്നെ രാജ്യങ്ങളുടെ നന്മകൾ അനുഭവിക്കാൻ ദൈവം നിന്നെ ആദരിക്കുമെന്ന് ഈ പകൽ ദൈവം നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. വിശ്വസിക്കുന്നുണ്ടോ? അല്ലേ, ഈ ലൈഫിൽ സ്നേഹിച്ചവരെല്ലാം നിങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടിരിക്കും. ഇന്ന് പകൽ പറയാൻ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട്, പക്ഷെ നിങ്ങൾ ഒത്തിരി ഒറ്റപ്പെട്ട് നിൽക്കും. പക്ഷെ ഇന്ന് നിങ്ങളുടെ കണ്ണീര് ദൈവം തുടയ്ക്കാൻ പോകും. നിങ്ങളുടെ വീടിനകത്തൊരു ജയം ഉണ്ടാകണം. നീ തലമുറകളെ ഒത്തിരി കരയുന്നവളാ. സ്തോത്രം മക്കള് ഇല്ല, ഓക്കെ. നിന്റെ വീടുമായി ബന്ധപ്പെട്ട് നിന്റെ മേൽ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി ഉണ്ടാവും. ഈ തലമുറകൾക്ക് വേണ്ടി ഒത്തിരി നീ കരഞ്ഞവൾ, അതായത് ലഭിക്കണം ലഭിക്കണം എന്ന് പറഞ്ഞ് കരഞ്ഞ നിനക്ക് വേണ്ടി കർത്താവിൻ്റെ ഒരു കരുതൽ ദൈവം പറയുന്നു. നിന്റെ മേൽ, നിന്റെ കുടുംബത്തിനകത്ത് ഭയങ്കരമായി ചലിക്കപ്പെടുന്ന സമയമാണ്. അടകമന, നീ ഒത്തിരി പരിഹാസം കേട്ടവളാ, ഒത്തിരി ഒറ്റപ്പെട്ടവളാ. പക്ഷെ ഇന്ന് പകൽ ദൈവത്തിന്റെ കരുതൽ നിന്റെ മേൽ ഭയങ്കരമായി ചലിക്കപ്പെടുന്ന ഞാൻ കാണുന്നു. നോക്കി, നിങ്ങൾക്കൊരു വീട് കിട്ടും ഞാൻ കാണുന്നു കേട്ടോ. ഒരു പുതിയൊരു വീട് ഞാൻ കാണുന്നു കേട്ടോ. ദൈവം പുതിയ ചില സന്തോഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത് ദൈവം നിന്നോട് പ്രവചിക്കാൻ പറയും.
സന്തോഷമുള്ള ആമേൻ പറഞ്ഞേ. ഞാൻ തിരിച്ചു വരാം. സത്യത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ, മത്തിയാസിനെ ആരും അറിയാത്തവരാണോ? ആരും അറിഞ്ഞില്ല. 4 സുവിശേഷം അവന്റെ പേര് പോലും ഇല്ല. പക്ഷെ അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്നത് അവനെ കയറ്റിക്കൊണ്ടാണ് കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് ചിലരെ ദൈവം ആത്മാവിൽ കരം പിടിച്ച് കയറ്റാൻ പോകും. ഒന്നുകൂടെ പറയാം, ചിലർക്ക് ഈ സീസണിൽ നറുക്ക് വീഴും. ആ സിസ്റ്റർ കേട്ടോ, ഏറ്റവും പറയും കേട്ടോ, നിനക്ക് വേണ്ടി ഒരു നറുക്ക് ദൈവം തരും. എന്തോ ചില ഇടങ്ങളിൽ ദൈവം നിന്നെ സെലക്ട് ചെയ്യും. നിനക്ക് വേണ്ടി ഒരു പുതിയ വാതിൽ തുറക്കുന്ന ഒരു സമയമാണെന്ന് കർത്താവ് നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. നീ ഒത്തിരി വില കൊടുത്തവളാ, നീ പ്രാർത്ഥിക്കുന്നവളാ, ദൈവസനയിൽ പറയാൻ എല്ലാവരും ഉണ്ടെങ്കിൽ ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവദാസിയ. പക്ഷെ ഇന്ന് പകൽ കർത്താവ് ദൈവം പറയുന്നു, നിന്നെ ലജ്ജിപ്പിക്കത്തില്ല. നിനക്ക് വേണ്ടി ഒരു കരം ചലിക്കപ്പെടുന്ന സമയമാണ് ഈ വർഷം. എന്നോട് കർത്താവ് പറയുന്നു, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ 3 മാസത്തിനകത്ത് നിനക്ക് വേണ്ടി കർത്താവ് ചില അത്ഭുതങ്ങളെ ചെയ്യാൻ പോവാം. ഇങ്ങനെ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കയ്യിൽ ഞാൻ നിന്നെ വഹിക്കും. 3 കാര്യം ദൈവം നിന്നെ ശക്തീകരിക്കാൻ പോവുക. 2 ദൈവം നിന്നെ സഹായിക്കാൻ പോകുക. 3 ദൈവത്തിൻ്റെ കരത്തിൽ ദൈവം നിന്നെ വഹിക്കുന്ന ഒരു സമയമാണ്. ഈ കാരണം കൂടാതെ നിന്നെ സങ്കടപ്പെടുത്തിയവരുടെ മുമ്പിൽ ദൈവം നിനക്കൊരു സാക്ഷ്യത്തെ തരുന്ന സമയമാണെന്ന് കർത്താവ് നിന്നോട് പറയുന്നു. ഇപ്പോൾ മുതൽ ദൈവത്തിൻ്റെ വലിയൊരു കരം നിന്റെ ജീവിതത്തിൽ ശക്തമായി ഇറങ്ങി വരാൻ പോകുകയാണ്. സന്തോഷമുള്ള ആമേൻ പറഞ്ഞേ. ആമേൻ. ചില ദിവസങ്ങൾ നിനക്കൊരു മെയിൽ വരും കേട്ടോ, ഒരു മെയിൽ വരും. ഞാൻ എന്തോ ഒരു ഗുഡ് ന്യൂസ് നിന്റെ മേൽ വരുന്നത് പരിശുദ്ധാത്മാവ് ഈ പകൽ എന്നോട് കാണിക്കുന്നു കേട്ടോ. ഓക്കെ, ഞാൻ തിരിച്ചു വരിക. സന്തോഷമാണോ? ഞാനിങ്ങനെ പറയാവേ, ഇതൊരു സീസൺ തുറക്കാൻ പോവാം. അതിന് ദൈവം ഉണർവിന് വേണ്ടി ദൈവം ആദ്യമേ കയറ്റിയത് ആരെയെന്നറിയോ? കഴിഞ്ഞ 4 ഇടങ്ങളിലും കഴിഞ്ഞ 4 അധ്യായങ്ങൾ യേശുവിന്റെ എല്ലായിടത്തും നടന്നിട്ടും അറിയപ്പെടാതെ പോയ ഒരാൾ കേട്ടോ. ഇതിനകത്ത് പ്രാർത്ഥിക്കുന്ന പലരുണ്ട്, ഇതിനകത്ത് ആരാധിക്കുന്നവരുണ്ട്, ദൈവത്തിൽ വില കൊടുക്കുന്നവരുണ്ട്. പലയിടങ്ങളിൽ ചെന്നാലും നിങ്ങളെ മാത്രം ആരും പരിഗണിക്കുന്നില്ല, നിങ്ങളെ മാത്രം എല്ലാവരും മാറ്റി നിർത്തുന്നു. ഇന്ന് പകൽ കർത്താവ് പറഞ്ഞു, അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട മത്തിയാസിനെ ആ ദൂതനെ വിശ്വസിക്കാം. അങ്ങനെ ഒന്ന് നോക്കിയേ, എല്ലായിടത്തും അവന് അവഗണന മാത്രമേ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ എല്ലായിടത്തും പോകുന്നുണ്ട്, പക്ഷെ അവന് മാത്രം ഒന്നും പറഞ്ഞു. പക്ഷെ ദൈവം പറഞ്ഞു അവന് വേണ്ടി. മോളെ കേട്ടോ, ദൈവത്തിൻ്റെ ഒരു കരം നിന്റെ കൂടെ, ഒരു അഭിഷേകം നിന്റെ മേൽ വീഴും. ഈ പപ്പയെക്കുറിച്ചൊക്കെ ഒത്തിരി സ്വപ്നം കാണുന്ന ഒരു തലമുറയാണ്. പ്രായത്തെക്കാൾ ഒത്തിരി പക്വതയും പ്രായത്തെക്കാൾ ഒരുപാട് ചിന്തിക്കുന്ന ഒരു തലമുറയാണ്. ദൈവം നിന്നിലൂടെ നിന്റെ പിതാവിന് മാതാവിന് ഒരു വലിയ അത്ഭുതം ഉണ്ടാകണം. ദൈവരാജ്യത്തിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടും. ഈ മെഡിക്കൽ ഫീൽഡുമായി കണക്ട് ചെയ്ത് നിനക്ക് ഉന്നത ഭാവി ഉണ്ടാകുമെന്ന് ആത്മാവിനോട് പറയും. നീ രാജ്യങ്ങളുടെ നന്മ പ്രാപിക്കും. നിന്നിലൂടെ നിന്റെ മാതാപിതാക്കൾ രാജ്യങ്ങളുടെ സന്തോഷം കാണുമെന്ന് കർത്താവ് നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഒരു അഭിഷേകം മോളെ നിന്റെ മേൽ ഭയങ്കരമായി ഈ പകൽ വെളിപ്പെട്ടു വരുന്നു. ദൈവത്തിന് വേണ്ടി നീ നിൽക്കും, നീ കർത്താവിന് വേണ്ടി പാടും. ഒരു അഭിഷേകം നിന്റെ മേലുണ്ട്. ഈ കർത്താവ് നിന്നെ ശക്തിയോടെ നിറയ്ക്കുന്ന ഒരു പകലാണ്. എനിക്ക് എത്തിയും പറഞ്ഞത് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എത്ര പേര് ഈ ദൂതിന് ഇങ്ങനെ സ്വീകരിക്കും? എല്ലായിടത്തും സഞ്ചരിക്കുന്നുണ്ട്, പക്ഷെ എങ്ങും അംഗീകാരമില്ലാത്തൊരു മനുഷ്യനാണ് മത്തിയാസ്. പക്ഷെ ഞാൻ പറയും, ഈ പ്രാർത്ഥന ചിലർക്ക് ചില അംഗീകാരങ്ങൾ തുറക്കാൻ പോകും. ഈ പ്രാർത്ഥന ചിലരെ ചില ശ്രേഷ്ഠമേറിയ പദവിയിലോട്ട് കരം പിടിക്കാൻ പോകും. ഈ പ്രാർത്ഥന പലരുടെയും ജീവിതത്തിൽ ഭയങ്കര വാതിലുകളെ തുറക്കുന്ന. ദൈവം പറയുന്നു, എൻ്റെ പിതാക്കന്മാർ പപ്പയുണ്ടോ ഇവിടെ? അല്ലേ? ഓക്കെ സാർ. അച്ഛാ എഴുന്നേറ്റേ, മോളെ എഴുതും. ഇത് ഞാൻ കാണുന്നേ, നിങ്ങളുടെ ലിമിറ്റുകൾക്കപ്പുറത്ത് ഈ തലമുറ വളരും.
കർത്താവ് ഈ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആദരിക്കും. നമ്മുടെ വിദ്യാഭ്യാസം ഒരു അത്ഭുതമായി. പലരും എഴുതി തോറ്റ എക്സാം നീ എഴുതി പാസ്സാവും. നിനക്ക് വേണ്ടി ദൈവം ചില സീറ്റുകൾ ഒഴിച്ചിടും. നീ മെഡിസിന് പഠിക്കുന്ന ഞാൻ കാണുന്നത് കേട്ടോ. കർത്താവ് നിന്റെ ഭാവിയിൽ ആർക്കും തുറക്കാത്ത വാതിൽ മോളെ നിനക്ക് വേണ്ടി ദൈവം തുറക്കും. നിന്റെ കുടുംബക്കാർക്ക്, ദേശക്കാർക്ക് നീ ഒരു ചർച്ചാ വിഷയമായി മാറും. വ്യത്യസ്തമായ ദൈവിക സന്തോഷങ്ങൾ തുറക്കുന്ന ഒരു തലമുറയായി ദൈവം നിന്നെ മാറ്റുമെന്ന് ആത്മാവെന്നോട് പറയുന്നു. ദൈവത്തിൻ്റെ വിശേഷപ്പെട്ട താലന്തുകൾ ദൈവം നിന്നെ ഭരമേൽപ്പിക്കുമെന്ന് ആത്മാവെന്നോട് പറയുന്നു. ഇപ്പോൾ തന്നെ ഒരു അഭിഷേകം ശക്തമായി തലമുറയിൽ വെളിപ്പെടട്ടെ. ഇരുന്നോ മോളെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അച്ഛാ നിങ്ങളുടെ സ്ഥിതി മാറും കേട്ടോ. ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ ഒത്തിരി കാര്യങ്ങളെ ചെയ്യും. നിങ്ങൾക്കൊരു പുതിയ വീട് പണി നടക്കുന്ന ഞാൻ കാണുന്നു കേട്ടോ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയ സന്തോഷങ്ങൾ തരാൻ പോകുക. നഷ്ടപ്പെട്ട ഇടത്തു നിന്ന് പലതും നീ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. നിന്ദിച്ച സഹോദരങ്ങൾ, കുടുംബക്കാർ, ചാർച്ചക്കാരുടെ മുമ്പിൽ നിന്റെ കുടുംബം ഈ വർഷം ഒരു അത്ഭുതമായി മാറുമെന്ന് ദൈവം നിന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഇപ്പോൾ മുതൽ അഭിഷേകം നിന്നെ തൊടട്ടെ. ദൈവത്തിന്റെ കരം ചലിക്കുന്നു. സന്തോഷമുള്ളവർ ചേർന്ന് ശക്തിയോടെ ആമേൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എനിക്ക് ഈ വാക്ക് ഭയങ്കരമായിട്ട് പറയാണ്. ലൈഫിൽ ഒത്തിരി ഒറ്റപ്പെട്ടു പോയവരെ ദൈവം കൈവിടത്തില്ല. ലൈഫിൽ ഒത്തിരി നിന്ദിക്കപ്പെട്ടവരെ ദൈവം കൈവിടത്തില്ല. ലൈഫിൽ ഒത്തിരി വേദന കണ്ടവരെ ദൈവം കൈവിടത്തില്ല. ജീവിതത്തിനകത്ത് ആർക്കുമില്ലാത്ത വേദന നിനക്ക് പറയാനുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല എൻ്റെ ദൈവം നിന്നെ ആ ചരിത്രമാക്കുന്നേ. എപ്പോഴും അവഗണനകളും, എപ്പോഴും ഒറ്റപ്പെടലുകളും, എപ്പോഴും നിന്റെ ജീവിതത്തിൽ മാത്രം ഒത്തിരി ചോദ്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് ദൈവം നിന്നെയാണ് ഒരു അത്ഭുതമാക്കാൻ ആഗ്രഹിക്കുന്നത്. ബൈബിളിൽ പഠിക്കുമ്പോൾ ഒരാളുടെ പേര് വന്ന് എബ്ബേസ്. അവൻ വ്യസനപുത്രൻ എന്ന് അറിഞ്ഞിട്ടാണ് അവന്റെ അമ്മ അവൻ അങ്ങനെ പേരിട്ടത്. ജനിച്ച നാൾ മുതൽ സഹോദരങ്ങളിൽ, കുടുംബക്കാരുടെ നടയിൽ എന്നും വ്യസനപുത്രൻ, വ്യസനം നൽകിയ മകൻ എന്ന് പറയാൻ മാത്രമേ എല്ലാവരും അവനെ കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളൂ. വളർച്ചയുടെ നല്ല സമയവും വാക്കുകൾ ഒത്തിരി നൊമ്പരം കണ്ട ഒരു വ്യക്തിയായിരുന്നു എബ്ബേസ്. ഒരിക്കൽ അവൻ ദൈവത്തോട് നിലവിളിക്കുക, ദൈവമേ നീ വാസ്തവമായി എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകളെ വിസ്താരമാക്കിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നെന്ന്. ഞാൻ പറയാം, ജീവിതത്തിന്റെ തുടക്കനാൾ മുതൽ വേദനപ്പെട്ട എബ്ബേസിന്റെ നിലവിളി കേട്ടിട്ട് അവന്റെ അതിരുകളെ വിശാലമാക്കിയ ദൈവം ഇതിനകത്ത് ലൈഫിൽ ചെറുപ്രായം മുതൽ ഒത്തിരി കരയുന്ന, ഒത്തിരി ഒറ്റപ്പെട്ട, ഒത്തിരി നിന്ന കേട്ട, ഒത്തിരി വിധിക്കപ്പെട്ട പല എബ്ബേസുമാരുടെ ജീവിതത്തെ ദൈവം ഈ വർഷം തന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ പോകുകയാ. കേട്ടോ, ബ്രദറിന്റെ പേരെങ്ങനാ? അഖിലേഷ്. കേട്ടോ അഖിലേഷേ, ദൈവത്തിന്റെ ഒരു പദ്ധതി നിന്നെ കുറിച്ചുണ്ട്. ദൈവം, നീ ഒരു എബ്ബേസാ, വ്യസനപുത്രനാ. എന്നും കുത്തുവാക്കുകളും സങ്കടങ്ങൾ മാത്രം നിനക്ക് പറയാനുള്ളൂ. പക്ഷെ എബ്ബേസിന്റെ അതിനെ വിശാലമാക്കിയതുപോലെ ദൈവം നിന്റെ അതിരുകളെ വിശാലമാക്കും. അഖിലേഷേ, ഞാനൊരു കാഴ്ച കാണുന്നു. നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. നീ വചനം പ്രസംഗിക്കുന്നതും ദൈവ ശുശ്രൂഷ നിൽക്കുന്ന ഞാൻ കാണുന്നു. നീ പറയുന്നു കഴിവില്ല, നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിവില്ല, സംസാരിക്കാൻ കഴിവില്ല. പക്ഷെ ഇന്ന് പകൽ വിക്കനായ മോശെ തൊട്ടതുപോലെ ദൈവം നിന്നെ തൊടാൻ പോകുന്നെന്ന് ദൈവം എന്നോട് പറയുന്നു. ഈ സീസണിൽ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ടെന്ന് കർത്താവ് നിന്നോട് പ്രവചിക്കുകയാണ്. സന്തോഷത്തോടെ ചേർന്ന് ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. ആത്മാവിൽ പ്രവചിക്കുന്നു, ഇതിനകത്ത് പലരുടെയും അതിരുകളെ ദൈവം വിശാലമാക്കും. ഈ കുഞ്ഞാരുടെയാ? ഇവനൊരു പ്രവാചകനാണ്. ഇവനൊരു പ്രവാചകനെ ഞാൻ കാണും. കർത്താവ് ഇവന്റെ ജന്മം കൊണ്ട് തന്നെ ഇവനൊരു അത്ഭുതമായിരുന്നു. ഇരമ്യാവിനെ പോലെ ഇവൻ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പ്രവാചകനായി കണ്ട ഒരു തലമുറയാണെന്ന് കർത്താവ് ഇവനെ നോക്കി പ്രവചിക്കാൻ പറയുന്നു.
അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഇവനെ ഇല്ലാതാക്കാൻ പിശാച് പൊരുതിയതാ. വാഗ്ദത്തത്താൽ ജനിക്കപ്പെട്ട സന്തതിയ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടിയൊരു തലമുറയാണ് ഇവൻ. ഇവൻ ഒരു ചരിത്രമായി മാറും. ഇവനെ ചെറുപ്രായം മുതൽ ദൈവം പ്രവാചകന്മാരുടെ ഗണത്തിൽ ഇവനെ കയറ്റും. ഞാൻ കാണുന്നു ഇവന്റെ 13, 14, 15 വയസ്സിലല്ല ഇവൻ പ്രവാചകന്മാരുടെ കൂടെ നിൽക്കുന്ന ഞാൻ കാണുന്നു. ചെറുപ്രായം മുതൽ ശുശ്രൂഷയിൽ ഇവൻ കയറും. ദൈവം ഇവനെ ഒരു അത്ഭുതമാക്കി മാറ്റും. ഭയങ്കര നിയോഗം ഈ തലമുറയിൽ പരിശുദ്ധാത്മാവ് തുറക്കുന്ന ഞാൻ കാണുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ലൈഫിൽ ആരും ഇല്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ജീവിതത്തിനകത്ത് ഒത്തിരി നിന്ദിക്കപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം അല്ലേ? ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് വർണ്ണിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണ്. ഞാൻ പറയാം, മനുഷ്യൻ സാഹചര്യങ്ങളെ നോക്കി സ്നേഹിക്കുമ്പോൾ ദൈവം ഒരിക്കലും സാഹചര്യങ്ങളെ നോക്കി സ്നേഹിക്കുന്ന ദൈവമേ അല്ല. മനുഷ്യൻ ഓരോ മനുഷ്യന്റെയും സമൃദ്ധി കണ്ട്, അവരുടെ ഉയർച്ച കണ്ട്, അവരെ തേടി മാത്രം സഞ്ചരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എൻ്റെ യേശു കർത്താവ് വന്നത്, ഒരു ആമേൻ പറഞ്ഞേ, ധനവാന്മാരെ തേടിയല്ല. ഒരു ആമേൻ പറഞ്ഞേ. ദൈവം തേടി വന്നത് പാപികളെ തേടിയ അല്ലേ? ഇന്ന് പകൽ ഒറ്റ വാക്ക് പറയാം, നിങ്ങളെ ആരും കാണുന്നില്ലെന്നല്ല, നിങ്ങളെ എൻ്റെ യേശു കാണുന്നുണ്ട്. ആമേൻ. മുമ്പ് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയാം. എബേസ് അനുഭവിച്ച വേദന ചെറുതല്ല ജീവിതത്തിൽ. പക്ഷെ അവൻ ദൈവത്തോട് അപേക്ഷിച്ച ഒരു അപേക്ഷ ദൈവം കേട്ടിട്ട് ദൈവം അവന്റെ അതിരുകളെ വിശാലമാക്കി. അവൻ അവന്റെ സഹോദരങ്ങളെക്കാൾ ദൈവം അവനെ മാനിച്ചത്. ഇതിനകത്ത് നിങ്ങൾ സഹോദരങ്ങളെക്കാൾ നിങ്ങൾ മാനിക്കപ്പെടാൻ പോവാ. കുടുംബക്കാരെക്കാൾ, ചാർച്ചക്കാരെക്കാൾ. ആ സിസ്റ്റർ കേട്ടോ, ഇങ്ങോട്ട് നോക്കി. ഇതിനകത്ത് വന്നത് ഒത്തിരി വേദനയോടാ. പക്ഷെ ഇന്ന് ദൈവം നിങ്ങളുടെ കണ്ണീര് തുടയ്ക്കാൻ പോവാ. നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് നിങ്ങളെ നിർത്താതിരിക്കാൻ ഒത്തിരി വിഷയങ്ങളെ ദൈവം എന്നെ കാണിക്കും. പക്ഷെ എന്നാ മണ്ണിൽ ഒരു ദൈവമഹത്വം ഇറങ്ങാൻ പോവാണെന്ന് ദൈവം എന്നോട് പറയുന്നു കേട്ടോ. അടുത്ത ജൂലൈ മാസത്തിനകത്ത് നിന്റെ വീട് ഒരു അത്ഭുതമായി മാറും കേട്ടോ. നിന്റെ വീടിനകത്ത് നഷ്ടപ്പെട്ട ചിലത് ദൈവം തിരിച്ചു തരാൻ പോകുക. നിന്നെ പകയ്ക്കുന്നവരുടെ നടുവിൽ ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കും. നിന്റെ ആരോഗ്യത്തിന്മേൽ ഒരു അഭിഷേകം ഇറങ്ങും. ദൈവം നിന്നെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നിർത്തും. ഒത്തിരി പേർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞോ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആമേൻ പറഞ്ഞേ. ഈ പകലിൽ ഇതിനകത്ത് പലരുടെയും ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എൻ്റെ യേശു കർത്താവ് ചെയ്യാൻ പോവാം. ഞാൻ വേഗത്തിൽ 2-3 കാലം പറഞ്ഞു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകാം. സതി ഈ ഒറ്റ വാക്കൂടെ പറയാം. ഈ പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് ആരംഭം കുറിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു ആര്? മത്തിയാസ്. അവിടെ ഒറ്റ പദം കൂടെ പറയാവേ. 2 സ്ഥാനം അവിടെ ഒഴിഞ്ഞു കിടക്കാം. 1 കർത്താവിന്റെ സ്ഥലത്തേക്ക് പോകണം, 2 അപ്പോസ്തോലിക ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കണം. ആ കാലഘട്ടത്തിൽ ഈ ദൈവിക നിയോഗങ്ങളെ അഭിഷിക്തന്മാരാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, ദൈവം മുൻകൂട്ടി വെളിപ്പെടുത്തിയാൽ പോലും പലരെയും സെലക്ട് ചെയ്തത് ചീട്ടിട്ട. നമുക്കറിയാം, കൂറിന്റെ ക്രമപ്രകാരം ആലയത്തിനൊക്കെ ധൂപം കാട്ടാൻ ചീട്ടിട്ടപ്പോഴാണ് യോഹന്നാന് ചീട്ട് വീണേ. ഒരു ആമേൻ പറഞ്ഞേ. ഇനി ആരുടെ നിമിത്തമാണ് ഈ കടലിനകത്ത് ഈ എന്താ പറയാ പ്രതികൂലം ഉണ്ടായെന്നറിയാൻ ചീട്ടിട്ടപ്പോ ചീട്ട് യോനയ്ക്ക് വീണതാണ് അല്ലേ? അതിനർത്ഥം ദൈവിക നിയോഗങ്ങളെ പലപ്പോഴും ഉറപ്പിച്ചു പോകുന്നത് ചീട്ടിട്ടായിരുന്നു. ഒരു ആമേൻ പറഞ്ഞേ. ഞാൻ ഒരു വിഷയം നമ്മൾ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ പോണേ. നമുക്കറിയാം, ഈ കീഷിൻ, അതായത് ബെന്യാമിൻ ഗോത്രത്തിലെ കീഷിന്റെ മകനാണ് ശൗല്. ആരാ? ശൗൽ. ഈ ശൗലിനെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകത, അവന് വീടിനകത്ത് മാത്രം നിന്നൊരു ബാലനാണ് ഇല്ലേ? തെളിവ് പറയാം. അപ്പൻ ഒരിക്കൽ നോക്കിയപ്പോൾ അപ്പൻ്റെ കഴുത നഷ്ടപ്പെട്ട കഴുത വീട്ടിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിനെ മടക്കി പിടിക്കാൻ അപ്പൻ ശൗലിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുക. പക്ഷെ ശൗലിനെ ഒറ്റയ്ക്ക് വിട്ടില്ല, കൂടെ വൃത്യനെ കൂട്ടിവിട്ടു. ആരെ കൂട്ടിവിട്ടു? കാരണം ഞാനിങ്ങനെ പറയാറുണ്ട്, അപ്പൻ്റെ വീട്ടിൽ നഷ്ടപ്പെട്ടത് കഴുതയാണ്, പക്ഷെ അപ്പന് വിട്ടതോ വീട്ടിലെ കഴുതയാണ്. ഒരു ആമേൻ പറഞ്ഞു. അപ്പം വിട്ടത് ആരെയാ?
പറ. അപ്പം വിട്ടതാരെയാ എന്ന് വെച്ചാൽ വീട്ടുകാർക്ക് പ്രയോജനം ഇല്ലാത്ത മക്കളെയെല്ലാം മാതാപിതാക്കൾ വിളിക്കുന്ന പേരാണെന്ത്? കഴുത. ഞാൻ പറയാം, നിന്നെ വീട്ടുകാർ കഴുതയ്ക്ക് തുല്യം കണ്ടെങ്കിൽ ദൈവം നിന്നെ കണ്ടത് രാജാവായിട്ടാണ്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? കഴുത ആരും ഇഷ്ടപ്പെടുന്നൊരു മൃഗമല്ല, എല്ലാവരും അവഗണിക്കുന്ന ഒരു മൃഗമാണ്. ഒരു ആമേൻ പറഞ്ഞേ. ഞാൻ ആരോടൊക്കെ ദൈവാത്മാവിൽ പ്രവചിക്കട്ടെ, നിന്നെ നിന്റെ വീട്ടുകാർ, കുടുംബക്കാർ എല്ലാവരും കാണുന്നത് വിധിക്കകത്താണ്. പക്ഷെ എൻ്റെ ദൈവം നിന്നെ കാണുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, പ്രയോജനമില്ലാത്തവരെ, അവഗണിക്കപ്പെട്ടവരെ, ഒന്നും ആകത്തിൽ നിന്ന് പറഞ്ഞവരെ ഈ പ്രാർത്ഥനയിൽ ദൈവം മുൻനിരയിൽ കൊണ്ടുവരും. വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ അതിന് ഒരു ചിന്ത കൂടെ ചേർത്ത് പറയാം. നിങ്ങൾക്ക് ആമേൻ പറയാൻ കഴിയുമോ? തെളിവ് കേട്ടോ. ശൗലിനെ അപ്പം കണ്ടത് എങ്ങനെയായിരുന്നു? കഴുതയായിട്ട്. പ്രയോജനം ഇല്ലാത്ത മകൻ. ഞാൻ പറയാം, ഞാനും കുറെ കേട്ടിട്ടുണ്ട്. സ്വതന്ത്രം പറഞ്ഞു. ഞാൻ പറയാം, നമ്മുടെ വീട്ടിൽ പഠിക്കാൻ ഇച്ചിരി മണ്ടനാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഒരു ആമേൻ പറഞ്ഞു. അയ്യോ, ഞാനും മണ്ടനായിരുന്നു. ഒരു ആമേൻ പറഞ്ഞു. ഒത്തിരി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആ കഴുതയുടെ മണ്ടയ്ക്ക് യേശു കയറിയ ഒരു ആമേൻ പറഞ്ഞേ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾക്ക് എത്താൻ കഴിയാത്തടത്ത് ഞാൻ എത്തി. ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഒരു ആമേൻ പറഞ്ഞേ. ഞാൻ പറയും, ഇന്ന് പകൽ അപ്പൻ കണ്ടത് ഇവനെ കഴുതയ്ക്ക് തുല്യമാണ്. ഇവനെ കൊണ്ട് ഒരു കാര്യം ഒറ്റയ്ക്ക് നടക്കത്തില്ല. ഇവന്റെ ലൈഫ് കൊണ്ട് ഒരു കാര്യം നടക്കത്തില്ല. ഇന്ന് പകൽ നിന്നെ കൊണ്ട് ഒരു കാര്യം നടക്കത്തില്ലെന്നും നിന്റെ ലൈഫ് കൊണ്ടൊന്നും നേടത്തില്ലെന്നും നിന്നെ വിധി പറഞ്ഞ, കളിയാക്കി, ഒറ്റപ്പെടുത്തിയ അതേ സഹോദരങ്ങളുടെ മധ്യത്തിൽ വചനം പറയുന്നു, അടുത്ത ദിവസം ഈ ശൗലിന്റെ മേൽ ഇസ്രായേലിനെ ഭരിക്കുന്ന രാജകീയ അഭിഷേകത്തെ ദൈവം പകർന്നിട്ട് അവൻ ഇസ്രായേലിന്റെ രാജസ്ഥാനത്തെ കർത്താവ് കൊണ്ടുവരിക. ഞാൻ ഇന്ന് പകൽ ആരോടൊക്കെ പ്രവചിക്കുന്നത് കേട്ടോ, നിങ്ങളെ ഇന്ന് കാണുന്നത് പോലെ എന്നും നിൽക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങളുടെ ലിമിറ്റുകളെ ദൈവം മാറ്റും, നിങ്ങളുടെ പരിമിതികളെ ദൈവം പൊളിക്കും. ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്തതുപോലെ നിങ്ങളുടെ മേൽ ഒരു ദൈവമഹത്വം ഇറങ്ങി വരുന്ന ഒരു സമയമാണ് ഈ 2025 എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാകും? ആ മോളെന്ന് വിളിക്കാം. മോളെ, നിന്റെ മേൽ ഒരു രാജകീയ അഭിഷേകം വീഴാമോ? ദൈവം പറഞ്ഞു, നിന്നെ എല്ലാവരും കാണുന്ന ഒരു വിധിക്കകത്ത് കാണാൻ ചിലർ കൊതിക്കുമ്പോൾ ദൈവം നിന്നെ കാണുന്നത് രാജകീയമായിട്ട്. ആർക്കും കിട്ടാത്ത നന്മകൾ, ആരും അനുഭവിക്കാത്ത സന്തോഷങ്ങൾ നിന്റെ ലൈഫിൽ ദൈവം തരും. നീ ഒത്തിരി കരയുന്നവളാ, ഒത്തിരി ഒറ്റപ്പെടുന്നവളാ. പക്ഷെ ഇന്ന് ദൈവം നിന്നെ തിരുത്തുന്ന പകലാണ്. നിനക്ക് വേണ്ടി ദൈവം ചില വാതിലുകൾ തുറക്കുന്നൊരു പകലാണ്. ദൈവം നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു സീസണാണെന്ന് ആത്മാവ് എന്നോട് പറയുന്നു. ഇപ്പോൾ തന്നെ ഒരു അഭിഷേകം ശക്തിയോടെ ഇറങ്ങി വരട്ടെ. എത്ര പേരുന്ന പകൽ വിശ്വസിക്കുന്നുണ്ട്? കർത്താവിന്റെ കരം ഇതിനകത്ത് ചിലർക്ക് വേണ്ടി ചലിക്കും. അമ്മാമേ, ദൈവം പറഞ്ഞു, തലമുറകളെ ഓർത്തുള്ള കരച്ചിൽ ദൈവം നിർത്തും കേട്ടോ. ഇനി കരയാനുള്ളവളല്ല നീ. ദൈവം നിന്റെ മുമ്പിൽ മറുപടികളെ തരാൻ പോകും. യാക്കോബിന്റെ മുമ്പിൽ, യാക്കോബിന്റെ കാതിൽ കേട്ടൊരു വാർത്തയുണ്ട്, മിസ്രൈമിൽ ധാന്യം ഉണ്ടെന്ന്. കാരണം യാക്കോബ് ഏറ്റവും അധികം കരഞ്ഞത് യോസെഫിനെ ഓർത്താ. അവൻ ഏറ്റവും അധികം പ്രതീക്ഷ വെച്ചത് യോസെഫിനെ ഓർത്താ. അവൻ ഏറ്റവും അധികം കരഞ്ഞത് യോസെഫിനെ ഓർത്താ. നീ ഏറ്റവും പ്രതീക്ഷ വെച്ച തലമുറയെ ഓർത്ത് നീ ഏറ്റവും കരയുന്ന ഒരു വ്യക്തിയാ. പക്ഷെ ഇന്ന് പകൽ അതേ തലമുറയ്ക്ക് വേണ്ടി കർത്താവിന്റെ അത്ഭുതങ്ങൾ ചലിക്കാൻ പോകുക. നിന്റെ കാതിൽ നീ പ്രതീക്ഷിക്കാത്ത ചില മറുപടികൾ വെളിപ്പെടുമെന്ന് ആത്മാവ് നിന്നോട് പ്രവചിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു അഭിഷേകം തൊടട്ടെ. ഒരു വലിയ ദൈവിക സന്തോഷത്തെ ഒരു ദൈവശക്തി നിന്നെ തൊടുന്നു. ദൈവശക്തി നിന്നെ തൊടുന്നു. അഭിഷേകം നിന്നെ തൊടുന്നു. അഭിഷേകം നിന്നെ തൊടുന്നു. ഒരു വലിയ ആത്മശക്തി നിന്നെ തൊടുകയാണ്. ദൈവം പറയുന്നു, ഫെലിസ്ത്യർ മൂടിയ കിണറുകൾ ഇസാക്കിന് വേണ്ടി ദൈവം തുറന്നു കൊടുത്തതുപോലെ ശത്രു അടച്ച പല അവകാശങ്ങളും പല നന്മകളും നിന്റെ കൂടാരത്തിൽ നിനക്കും നിന്റെ സന്തതികൾക്ക് വേണ്ടി തമ്പുരാൻ തുറക്കുന്നൊരു സമയമാണ്. ഈ വർഷം ജൂലൈ മാസത്തിൽ നിന്റെ വീടിനകത്തിലെ സാക്ഷ്യങ്ങൾ ദൈവം പകരും. ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രയോജനപ്പെടേണ്ട ഒരു ഭവനമാണ് നിന്റെ ഭവനം. ഇന്ന് ചില രാജകീയ വാതിലുകൾ നിന്റെ ഭവനത്തിന് വേണ്ടി തുറക്കുകയാണ്. പക്ഷേ ദൈവം പറഞ്ഞ നഷ്ടങ്ങൾ ഒത്തിരി പറയാനുണ്ട്. പക്ഷെ ഇന്ന് സ്വർഗം സകല നഷ്ടങ്ങളും നികത്തുന്ന ഒരു സമയം
ഞാൻ വെളിപ്പെടുന്നെന്ന് ആത്മാവ് നിന്നോട് പറയുന്നു. കർത്താവ്, പണ്ടുള്ളവൻ നീ ഓർക്കണ്ട, മുൻപുള്ള നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ നിനക്ക് വേണ്ടി പുതിയത് ചിലത് ചെയ്യാൻ പോകുക. ഈ 2025 ഒത്തിരി സാക്ഷ്യങ്ങളുടെ വർഷമായിരിക്കും. മരണത്തിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ചതാ. കാരണം ദൈവത്തിന് ഒത്തിരി പദ്ധതിയുള്ള മനുഷ്യനാ നീ. ഇന്ന് ദൈവം അങ്ങനെ തന്നെ ഇടപെടുന്നു. നിന്റെ മുൻപിൽ ചില പ്രധാനപ്പെട്ട ചില വാതിലുകൾ തുറക്കാൻ പോകുക. നിന്റെ തലമുറകൾക്ക് വേണ്ടി ചില പ്രധാനപ്പെട്ട ചില വാതിലുകൾ തുറക്കുന്ന മാസങ്ങളായത്. ഈ ജൂൺ മാസവുമായി ബന്ധപ്പെട്ട് നിന്റെ ലൈഫിൽ ഒരു അത്ഭുതം ഉണ്ടാകും. നിന്റെ തലമുറകളുടെ മേൽ ഒരു അത്ഭുതം ഉണ്ടാകും. ജൂൺ 16 എന്നൊരു ഡേറ്റ് എന്നെ കാണിക്കുന്നു. ആ ഡേറ്റിൽ എന്തോ ഒരു വിശേഷപ്പെട്ട ഒരു അത്ഭുതം നിന്റെ വീടിനകത്ത് നടക്കുമെന്ന് ആത്മാവെന്നോട് പ്രവചിക്കാൻ പറയുന്നു. എത്ര പേരുന്ന പകൽ വിശ്വസിക്കുന്നുണ്ട്? ലോകം നമ്മളെ കാണുന്നത് പോലെയല്ല ദൈവം നമ്മളെ കാണുന്നത്. ഒരു ആമേൻ പറഞ്ഞേ. വിശ്വസിക്കുന്നുണ്ട്? പെട്ടെന്ന് പറയാം. ഇന്ന് പകൽ ചിലരുടെ പേർക്ക് ദൈവം ചീട്ടിടാൻ പോകും. ഓർക്കെ പറഞ്ഞേ. അപ്പൻ ശൗലിനെ കണ്ടത് കഴുതയ്ക്ക് തുല്യം ഇല്ലേ? പക്ഷെ ദൈവം ശൗലിനെ കണ്ടത് ഇസ്രായേലിന് രാജിക തുല്യം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള സകല വിധികളും തിരുത്തപ്പെടും. നിങ്ങളെ കുറിച്ചുള്ള ചില വിധികളെ ഇന്ന് പകൽ എൻ്റെ കർത്താവ് തിരുത്തും. ഭയങ്കര അത്ഭുതങ്ങളെ കർത്താവ് ഇന്നു മുതൽ നമുക്ക് വേണ്ടി തുടങ്ങുന്ന ഒരു പകലാണ്. വിശ്വസിക്കാമോ? ഒറ്റപദം. ഈ വചനം പറഞ്ഞു, ശൗലിനെ ശമൂവേൽ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പക്ഷെ എന്നിട്ടും ശൗലിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു ആമേൻ പറഞ്ഞ്. അവൻ വീട്ടിൽ ചെന്നിട്ടും ഇളയപ്പനോടോ ആരോടോ ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. പിറ്റേ ദിവസം ഗോത്രമായി, കുടുംബമായി, വ്യക്തിപരമായി ചീട്ടിട്ടപ്പോൾ ചീട്ട് ശൗലിന് വീണെന്ന അല്ലേ? ചീട്ട് ആർക്ക് വീണെന്ന? പക്ഷെ അവൻ സാമാനടയിൽ പോയി ഒളിച്ചിരിക്കുക. അവനെ പിടിച്ചോണ്ട് വന്നിട്ട് വചനം പറഞ്ഞു, അവനെ ഇസ്രായേലിന്റെ മുമ്പിൽ രാജാവായിട്ട് ദൈവം നിർത്തുക. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു. ഞാൻ പറയും, ഇന്ന് പകൽ നമ്മളെ മാനിക്കാൻ ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, നീ സ്വയത്തിൽ എത്ര ഒതുങ്ങിയാലും ഒതുങ്ങിയ നിന്നെ ദൈവം പുറത്തു കൊണ്ടുവന്നിരിക്കും. വീടിന്റെ പരിമിതികൾ, വീടിന്റെ സാഹചര്യങ്ങളായിരിക്കാം നിന്നെ ഇന്ന് ലിമിറ്റിനകം നിർത്തിയിരുന്നത്. പക്ഷെ ഇന്ന് ഈ ലിമിറ്റുകളെല്ലാം എൻ്റെ ദൈവം മാറ്റാൻ പോവാം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ചീട്ട് ശൗലിന് വീണതുപോലെ ഇന്ന് പകൽ ചിലരുടെ മേർക്ക് ഒരു ചീട്ട് വീഴുന്ന പകലാകാൻ പോവാം. എത്ര പേര് ആമേൻ പറയാതെ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ സ്ഥിതി മാറാൻ പോവാം. നമ്മുടെ സാഹചര്യങ്ങൾ മാറാൻ പോവാം. നമ്മുടെ അവസ്ഥകൾ മാറാൻ പോവാം. നമ്മുടെ വേദനകളെ ദൈവം തിരിക്കാൻ പോകുന്നു. നമ്മുടെ കണ്ണുനീരിനെ ദൈവം തുടയ്ക്കാൻ പോകുക. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തിന് അല്പനിമിഷം നന്ദി പറഞ്ഞേ. ഒരു വലിയ ആത്മശക്തി ഇറങ്ങി വരട്ടെ. വലിയൊരു ആത്മശക്തി ഇറങ്ങി വരട്ടെ. ഒരു നിമിഷം എല്ലാ ദൈവമക്കളെ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളെ എഴുന്നേറ്റ്. എത്ര ദൈവമക്കൾ ആത്മാവിൽ ഇന്നത്തെ ദൂതിനെ വിശ്വസിക്കാൻ തയ്യാറാണ്? ഞാൻ ചിന്തിച്ച മെസ്സേജിൽ എനിക്ക് പോകാൻ പറ്റും. പക്ഷെ എന്തോ ദൈവം ഇങ്ങനെ പറഞ്ഞ വാക്കിങ്ങനെ, ലൈഫിൽ ഒത്തിരി അവഗണിക്കപ്പെട്ട, ഒത്തിരി മാറ്റി നിർത്തപ്പെട്ട, എങ്ങും അംഗീകരിക്കപ്പെടാതെ പോയ, എങ്ങും എന്താ പറയുക ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ ചിലരുടെ മേൽ ഇന്നൊരു അഭിഷേകം വീഴാൻ പോവാം. ദൈവം നിന്നെ ഈ ഉണർവിന് മുൻനിരയിൽ കൊണ്ടുവരാൻ പോവാം. ദൈവം നമ്മളെ ചിലരുടെ ഇടയിൽ പ്രത്യക്ഷമായി ആദരിക്കാൻ ആഗ്രഹിക്കും. ഒരു മനുഷ്യനെ ആദരിക്കാത്തതുപോലെ ഇന്ന് പകൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറാണ്? വചനം പറഞ്ഞതുപോലെ മത്തിയാസിന് വേണ്ടി ഒരു ഉണർവ് കാത്തിരുന്നത് പോലെ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഉണർവ് തന്നെ കാത്തിരിക്കുക. ഞാൻ വിശ്വാസാൽ പ്രവചിക്കുന്നു, ഈ പ്രാർത്ഥനയുടെ 7 ദിവസം ഒരു വലിയ ഉണർവിനെ ദൈവം തുറക്കാൻ പോവാ. ഒരു വലിയ ഉണർവ് വിദേശത്തുണ്ട്. പിടിച്ചു നിർത്താൻ കഴിയാത്ത ആരാധനകൾ, പിടിച്ചു നിർത്താൻ കഴിയാത്ത ദൈവിക സന്തോഷങ്ങൾ, ഒത്തിരി ഡെലിവറൻസുകൾ ഈ ചർച്ചുമായി ബന്ധപ്പെട്ട് നടക്കും. ഒത്തിരി ഡെലിവറൻസുകൾ ചർച്ചുമായി ബന്ധപ്പെട്ട് നടക്കും. ഒത്തിരി രോഗസൗഖ്യങ്ങൾ ഇവിടെ സംഭവിക്കും. ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത വിടുതലുകൾ ഈ ഹോളിനകത്ത് ഇന്നു മുതൽ വെളിപ്പെടാൻ പോകുകയാണ്.
ദൈവം ഭയങ്കര കാര്യങ്ങളെ ആലയത്തിനകത്ത് ചെയ്യാൻ പോകുന്നു. എത്ര പേർ അത് വിശ്വാസത്തോടെ വിശ്വസിക്കാൻ തയ്യാറാകും? ഇതിനകത്ത് അഭിഷേകത്തിന്റെ ശക്തി അതേപോലെ എല്ലാ കണ്ണും അടച്ച് അല്പനിമിഷം നമുക്ക് ദൈവത്തെ ശക്തിയോടെ ആരാധിക്കാം. ദൈവ സാന്നിധ്യത്തിനകത്ത് ഇറങ്ങി വരുന്നു. ചില രോഗങ്ങൾ ഇന്ന് പകൽ സൗഖ്യമാക്കുന്നു. ചില വെല്ലുവിളികൾ പകൽക്കാലം മാറിപ്പോകുന്നു. ചില മേലൊരു പുതിയ അഭിഷേകം ഇന്ന് പകൽ ദൈവം പകരുന്നു. വിശ്വസിക്കാൻ കഴിയാത്ത ദൈവിക സന്തോഷങ്ങൾ ചില കൂടാരങ്ങൾ മേൽ ഇറങ്ങി വരികയാ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കരങ്ങളടിച്ച് ആത്മാവിൽ ദൈവത്തെ ശക്തിയോടെ ആരാധിക്കട്ടെ. ഓ ശക്തിയോടെ, ശക്തിയോടെ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായി എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവരെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവരെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ. യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം ശക്തിയാ. യേശു എന്നെ വീണ്ടെടുത്തോ. ഹല്ലേലൂയ ഞാൻ പാടിടോ, യേശുവിനെ ആരാധിക്കോ. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടോ സർവശക്തനായവരെ. ഹല്ലേലൂയ ഞാൻ പാടിടോ, യേശുവിനെ ആരാധിക്കോ. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടോ സർവശക്തനായ. ഹല്ലേലൂയ ഞാൻ പാടിടോ, യേശുവിനെ ആരാധിക്കോ. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. പാടിടും യേശുവിനെ ആരാധിക്കോ. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടോ സർവശക്തനായവരെ. ഓ ഹല്ലേലൂയ ഞാൻ പാടിടോ, യേശുവിനെ ആരാധിക്കോ. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടോ സർവശക്തനായ യേശുവേ. രഥാന്തേ യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഞാൻ പാടിടോ, യേശുവിനെ ആരാധിക്കോ. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടോ സർവശക്തനായവരെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ,
എത്ര നല്ലവേ, ഇന്നും എന്നും കൂടെയുള്ളവേ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവൻ എത്ര നല്ലവേ, ഇന്നും എന്നും കൂടെയുള്ളവേ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവൻ എത്ര നല്ലവേ, ഇന്നും എന്നും കൂടെയുള്ളവേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവേ, ഇന്നും എന്നും കൂടെയുള്ളവേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എല്ലങ്കരങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. എല്ലങ്കരങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവേ, ഇന്നും എന്നും കൂടെയുള്ളവേ. പറഞ്ഞേ യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ എത്ര നല്ലവേ, ഇന്നും എന്നും കൂടെയുള്ളവേ. യേശു മാറാത്തവേ, യേശു മാറാത്തവേ, യേശു മാറാത്തവേ എത്ര നല്ലവേ, ഇന്നും എന്നും കൂടെയുള്ളവേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എത്ര നല്ലവേ, ഇന്നും എന്നും കൂടെയുള്ളവേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ ശക്തിയോടെ Oh Jesus, Jesus, have it. Mama, Chirel, Kamanabaram, Turavaidabar, Chira, Hey, thank you, Jesus. Hai Kamama, Mama, Sherianto. ഹല്ലേലൂയ. സ്വർഗം സന്തോഷിക്കുന്ന നല്ല ഈ അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഹല്ലേലൂയ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഹല്ലേലൂയ ഒരു പ്രത്യേക ആത്മനിറവിലായിത്തീരുവാൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓരോരുത്തരോടും സംസാരിച്ച ഈ വിലയേറിയ ഒരു ഭാഗ്യാവസ്ഥ ഹല്ലേലൂയ അനേകർക്ക് ആഗ്രഹിച്ചിട്ട് ലഭിക്കാതെ പോയത് ഇന്ന് സ്വർഗം നമ്മളോട് കരുണ ചെയ്തതിനായിട്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഓരോരുത്തരിലും നിഷിദ്ധമായിരിക്കുന്ന സ്വർഗീയ അഭിഷേകം അത് വെളിപ്പെട്ടതിനായിട്ട് നന്ദി പറയാം. എൻ്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നത് നമുക്ക് ഒന്നിച്ച് പറയുവാൻ എൻ്റെ സ്വർഗം ഇന്ന് നമ്മളിൽ ഓരോരുത്തരിലും നിഷിദ്ധമായിരിക്കുന്ന ഈ ആത്മപകർച്ച ദൈവമക്കളെ ഹല്ലേലൂയ നമ്മൾ ദൈവദാസനിൽ കൂടെ കേട്ടതുപോലെ ഇന്നിവിടെ തുടക്കമാണ്. ഹല്ലേലൂയ, ഇവിടെ തുടങ്ങുന്നത് ഹല്ലേലൂയ ദേശത്തെ പിടിച്ചടക്കുവാൻ വേണ്ടി സമൂഹത്തിൽ നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ സാക്ഷികളായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടണം. കർത്താവിന്റെ നാമത്തിൽ കോട്ടകൾ ഇടിയണം, ശത്രുവിന്റെ തല തകരണം, യേശുവിന്റെ നാമം ഉയർത്തപ്പെടണം. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ അഭിഷേകം ചെയ്തതിനാട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനിൽ കൂടെ ഹല്ലേലൂയ ദൂതുകൾ ഹല്ലേലൂയ ഹല്ലേലൂയ കേട്ടപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഇവിടെ ഇരിക്കുന്ന ആരെയും കർത്താവിന്റെ ദാസൻ അറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. എത്ര ആപ്റ്റായിട്ടാണ് ഓരോരോ വ്യക്തികളെ കുറിച്ച് പറഞ്ഞത്. ഞാൻ ഓർക്കുമായിരുന്നു ഇവരെക്കുറിച്ചൊക്കെ ഇദ്ദേഹത്തിന് അറിയാമോ, എത്രയും കറക്റ്റായിട്ട് എങ്ങനെ അറിയാമെന്ന്. അതുപോലെ കറക്റ്റായിട്ട് എത്ര ആപ്റ്റായിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്.
ഹല്ലേലൂയ, സ്തോത്രം. അതിനായിട്ട് ദൈവദാസനെ ഓർത്ത് അദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. നമ്മുടെ പ്രാർത്ഥന അത് തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഇവിടെ വെളിപ്പെടണം. കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടെ, നമ്മുടെ തലമുറയിൽ കൂടെ, നമ്മുടെ ദൈവദാസന്മാരിൽ കൂടെ ദേശത്ത് വലിയൊരു ദൈവപ്രവൃത്തി ഈ ദിവസം വെളിപ്പെടണം. ബ്ലസ് മല്ലപ്പള്ളി എന്ന് നമ്മൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ഈ വിഷയം മല്ലപ്പള്ളി പട്ടണത്തിന്, മല്ലപ്പള്ളി ദേശത്തിന്, ഇതിൻ്റെ പ്രാന്ത പ്രദേശങ്ങൾക്ക്, ഇവിടെ നടക്കുന്ന വ്യാപാരങ്ങൾക്ക്, ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്ക് അനുഗ്രഹമായി മാറണം. മല്ലപ്പള്ളി പട്ടണം അനുഗ്രഹിക്കപ്പെടണം, ദേശം അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവ് യേശുവിൻ്റെ നാമം ഉയർത്തപ്പെടണം. അതിനുവേണ്ടി കർത്താവ് ഒരുക്കിയ മുഖാന്തരത്തിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ഹല്ലേലൂയ ആരാധന ലീഡ് ചെയ്യുവാൻ നമുക്ക് അഭിഷക്തൻ ഹല്ലേലൂയ കർത്താവിൻ്റെ ദാസനെ ഹല്ലേലൂയ ശോഭിപ്പാഷ ലഭിച്ചതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. കുടുംബമായിട്ട് അദ്ദേഹം കടന്നു വന്ന് ഹല്ലേലൂയ നമ്മളോടൊപ്പം ആയിരിക്കുന്നല്ലോ, നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അംഗമായി നമ്മുടെ കൂടെ സഹകരിച്ച് പോകുന്ന കർത്താവിൻ്റെ ദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എക്സൽ മീഡിയയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ കടന്നു വന്ന് ഹല്ലേലൂയ ലൈവ് എടുക്കുവാൻ സ്വർഗം സഹായിച്ച് കൃപയ്ക്കുക. പ്രത്യേകിച്ചും ബിനു സാറിനെ ഓർത്ത് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു, പ്രീതിയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ഹല്ലേലൂയ ഈ സുവിശേഷ സംരംഭം കർത്താവ് ധാരാളമായിട്ട് ശക്തിയോടുകൂടി കൂടുതലായിട്ട് ഈ കുഞ്ഞുങ്ങളെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് ഹല്ലേലൂയ ഈവനിങ് സെഷൻ ഉണ്ട്. എല്ലാവരും പ്രാർത്ഥനയോട് കടന്നു വരണം. ഹല്ലേലൂയ. ദേശത്ത് വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകുവാൻ കർത്താവിൻ്റെ കരം പ്രവർത്തിപ്പാൻ ഇന്ന് വൈകിട്ട് നമ്മളോടൊപ്പം അതായിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ സുരേഷ് ബാബുവാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. തക്ക സമയത്ത് കടന്നു വരുവാനും അനുഗ്രഹിക്കപ്പെട്ട ദൂതുമായിട്ട് ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും നമ്മൾ കേട്ട ഇന്ന് തുടക്കമാണ് ഇവിടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളിൽ വ്യാപരിക്കുന്ന ഈ ആത്മാവ് ശക്തിയോടുകൂടി ദൈവദാസൻ പറഞ്ഞതുപോലെ വരും ദിവസങ്ങളിൽ വലിയൊരു ദൈവപ്രവൃത്തി. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഹോള് ഞാൻ അവിടെ ഇരുന്നപ്പോൾ കാണുകയാണ്, ഈ ഹോള് തികയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇനി നമുക്കിത് വലുവാക്കേണ്ടി വരും. അതുപോലെ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കും. ഞങ്ങൾ ഹല്ലേലൂയ എണ്ണമോർത്ത് ഭാരപ്പെടണ്ട, എങ്ങനെ നടക്കുമെന്ന് ഓർത്ത് ഭാരപ്പെടണ്ട. ഞാൻ പ്രവർത്തിക്കും, ആര് തടയുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. കർത്താവ് പ്രവർത്തിച്ചാൽ തടയുവാൻ ആർക്കും സാധ്യമല്ല. തുടർന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഇന്നത്തെ ഈ സെഷൻ അവസാനിപ്പിക്കാൻ വേണ്ടി കർത്താവിൻ്റെ ദാസൻ ഷാജി പാസ്റ്ററെ ഞാൻ ക്ഷണിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വീണ്ടും നിങ്ങളുടെ പാദപടത്തിലേക്ക് അടുത്ത് ഒരു അടിയങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില മാസങ്ങൾക്ക് മുമ്പേ ദൈവമേ ഇങ്ങനെ ഒരു ദൈവമേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ദൈവമേ ഞങ്ങൾ ദൈവത്തിൻ്റെ സഭയിൽ അതേ സഭയായി അതേ ദൈവദാസന്മാരായി ദൈവമക്കളായി അനേകർ ദൈവമേ അതേ ദൈവസനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്ന് പാൽക്കാലം മുതൽ ഇവിടെ ആരംഭിപ്പാൻ ഇടയായി തീർന്ന ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പ്രാർത്ഥനയുടെ ദൈവമേ പ്രാരംഭ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ദാസനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കടന്നു വന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവമേ ദേശത്തോട് ചുറ്റുപാടുകളോടൊക്കെ ദൈവത്തിൻ്റെ ശക്തമായി ആലോചന അറിയിപ്പാൻ കോണം ദൈവത്തിൻ്റെ ദാസനെ ദൈവത്തിന് ശക്തമായി അതേ ഇന്ന് പാൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ ഈ മല്ലപ്പള്ളി ദേശം ഹല്ലേലൂയ ദൈവമേ ഈ സഭ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന ദൈവദാസന്മാർ മുഖേന ദൈവമക്കൾ മുഖേന ഈ ദേശം അനുഗ്രഹിക്കപ്പെടുന്നത് ഓർത്ത്, ഈ പട്ടണം അനുഗ്രഹിക്കപ്പെടുന്നത് ഓർത്ത്, ഈ പട്ടണങ്ങളിൽ അനേക ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നത് ഓർത്ത്, ഈ സഭയിൽ നിന്ന് അനേക ദൈവദാസന്മാർ എഴുന്നേൽക്കുന്നത് ഓർത്ത്, അനേക മിഷണറിമാർ എഴുന്നേൽക്കുന്നത് ഓർത്ത്, അനേകർ ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കുന്നത് ഓർത്ത് ഇന്ന് പാൽക്കാലം ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ, ഇവിടെ ഇന്ന് മുതൽ ഹല്ലേലൂയ അത്ഭുതങ്ങൾ നടക്കുന്നത് ഓർത്ത്, അടയാളങ്ങൾ നടക്കുന്നത് ഓർത്ത്, ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്നത് ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശക്തമായ ദൈവീ ആലോചന അറിയിപ്പാൻ ദൈവത്തിന്റെ ദാസനെ അഭിഷേകത്തോടെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ദൈവം കൂട്ടി വരുത്തിയത് ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവഭക്തിയിലൂടെ കേൾക്കപ്പെട്ട ദൈവവചനത്തിനായ സ്തോത്രം, ദൈവീ ആലോചനകൾക്കായ സ്തോത്രം. ദൈവമേ ദൈവത്തിന്റെ ദാസനെ ദൈവത്തിന് ശക്തീകരിച്ചാട്ടെ, ദൈവപറവിയാൽ പിന്നെയും നിറച്ചാട്ടെ. ദൈവമേ ഹല്ലേലൂയ. അനേക ദേശങ്ങൾക്ക്, അനേക രാജ്യങ്ങൾക്ക്, അനേക ഭവനങ്ങൾക്ക്, അനേക സഭകൾക്ക് ദൈവം ഒരു അനുഗ്രഹമാക്കി തീർക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കുടുംബമായ സ്വർഗം അനുഗ്രഹിക്കണമേ, തലമുറ സ്വർഗം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വാൽക്കാലം ഹല്ലേലൂയ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധന്റെ നാമത്തിൽ ദൈവസഭയായി ദൈവദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
അതേ ശുശ്രൂഷയിൽ പിന്നെയും മുന്നേറുവാൻ സ്വർഗ്ഗം കൃപ ചെയ്യണമേ. അനേക ഇടങ്ങളിൽ ഹല്ലേലൂയ സൃഷ്ടിപ്പാൻ ആവശ്യമായ മുഖാന്തരങ്ങൾ ദൈവമൊരുക്കി മാനിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങൾ ഹല്ലേലൂയ രാജ്യങ്ങളായി ദേശങ്ങളായി ദൈവത്തിന്റെ സാക്ഷ്യമായി നിൽപ്പാൻ ദൈവം കൃപ കൊടുക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് വാൽക്കാലം ഹല്ലേലൂയ ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ പിന്നെയും അനുഗ്രഹിക്കുന്ന കർത്താവേ. ശക്തിയോടെ നിൽക്കട്ടെ കർത്താവേ. ആവശ്യമായ ദൈവകർമാർന്ന് സ്വർഗം പിന്നെയും മാനിക്കണം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. എല്ലാവരും സ്വർഗം ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ. ദൈവമേ ഹല്ലേലൂയ. ഇന്ന് വാൽക്കാലം ദൈവമേ പ്രിയ സൈസാറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ ദാസന്റെ മേൽ ഇന്ന് വാൽക്കാലം കേൾക്കപ്പെട്ട ദൈവീയ ആലോചനയുടെ നിവർത്തിക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവം അതെ ഇന്ന് കേൾക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചന പ്രകാരം ദൈവം ശക്തമായി ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദൈവത്തിന്റെ ദാസൻ സോയിപ്പാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് വൽക്കല ശക്തമായി ദൈവമേ അതേ കൊയർ ലീഡ് ചെയ്യുവാൻ ദൈവം തന്നെ ശക്തീകരിച്ചല്ലോ. പിന്നെ ഈ ഓർത്ത കൃപ പകർന്ന് സ്വർഗം മാനിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൽക്കാലം ദൈവിക ദൂതുകൾ കേൾക്കപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ ആ ദൂതിന്റെ നിവർത്തീകരണത്തിനായി ഞങ്ങൾ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ. ഒരു അനുഗ്രഹ വിഷയമാക്കി സ്വർഗം തീർക്കണം. രാത്രിയിലെ മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. പ്രത്യേകിച്ച് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് കടന്നു വരുവാൻ ശക്തമായ ദൈവിക ആലോചന ദേശത്തോട് ദൈവസഭയോട് കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങളോട് അറിയിപ്പാൻ കൊണ്ട് സ്വർഗത്തിലുള്ള ദൈവത്തിന്റെ അഭിഷേകത്തോടെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.